സർവകർമാണി മനസാ സന്യസ്യാസ്ഥേ സുഖം വശി നവദ്വാരേ പുരേദേഹി നൈവ കുർവൻ ന കാരയൻ. എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ടാണ് സന്യസിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ശരീരം കൊണ്ട് ഈ കർമ്മങ്ങളെ സന്യസിക്കാൻ ഈ ജീവിതത്തിൽ ആർക്കും സാധിക്കില്ല. കാരണം ഈ ശരീരം പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പ്രകൃതി സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലിക്കാണ്ട് പ്രകൃതിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മുടെ അവയവങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ചലിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ചലിക്കാതെ ആവുക. കർമ്മം ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ ചലിക്കാതിരിക്കല്ല, മനസ്സ് ചലിക്കാതിരിക്കണം. സർവകർമാണി മനസാ സന്യസ്യ ആസ്ഥേ സുഖം വശി. അധികം സുഖം അനുഭവിക്കുകയാണ്. സുഖം എന്ന് ഇവിടെ പറയുന്നത് സാധാരണ ദ്വന്ദ്വത്തിലെ സുഖമല്ല, പരമാനന്ദത്തെ പറ്റിയായി പറയുന്നത്. മറ്റെങ്കിൽ സുഖമായ ദുഃഖം വേണ്ടി വരും. ഇദ്ദേഹത്തിന് അടുത്തൊരു പദം വെച്ചിട്ടുണ്ട് ഭാഗവും, അത് നോക്കിയാൽ മതി. വശി എന്നർത്ഥമുണ്ട്. വശി വെച്ചാൽ വശീകരിച്ചവൻ, കീഴിലാക്കിയവൻ, മനസ്സിനെ തൻ്റെ കീഴിലാക്കിയവനാണ് ഈ സന്യാസി. അപ്പോൾ അദ്ദേഹത്തിന് സുഖമല്ലാണ്ട് വയ്യല്ലോ. മനസ്സാണല്ലോ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം മനസ്സ് തനിക്ക് കീഴിലാണ്. അപ്പോൾ അങ്ങനെ വശിയായ ആൾ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തോന്നൽ? നവദ്വാരേ പുരേദേഹി നൈവ കുർവൻ ന കാരകൻ. നമ്മുടെ ശരീരത്തിനെ ഒരു കോട്ട പോലെയാക്കി ഒരിക്കലും. നവദ്വാരേ 9 ദ്വാരങ്ങൾ, 2 ചെവി, 2 കണ്ണ്, 2 മൂക്ക്, 6 വായ, 7 മൂത്രദ്വാരം, മലദ്വാരം 9. ഇങ്ങനെ 9 ദ്വാരങ്ങളുള്ള ആണ് ഈ ശരീരം. നവദ്വാരേ പുരേ ദേഹി. ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ്. എന്ത് ചെയ്യുന്നു? നൈവ കുർവൻ ന കാരകൻ. അദ്ദേഹം ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. കാരണം അദ്ദേഹം പൂർണ്ണനാണ്, നിരപേക്ഷനാണ്. അദ്ദേഹത്തിന് സാപേക്ഷമുള്ള ആൾക്ക് മാത്രമേ, ഒന്നിനെ അപേക്ഷിച്ചുള്ള ആൾക്ക് പ്രവൃത്തി വയ്ക്കൂ. അദ്ദേഹം ചെയ്യുമ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഈ സന്യാസം എന്താണെന്ന് പറയാനാണ്. സന്യസിക്കുക എന്ന് പറഞ്ഞാൽ മുണ്ട് മാറി, ചുവന്ന മുണ്ട് കൊടുക്കലോ മറ്റേതോ തലമുടി മൊട്ടടിക്കലോ അല്ല എന്ന് ശങ്കരാചാര്യ ചോമലുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നോക്കൂ അറിയാം. കാരണം അതൊക്കെ ബാഹ്യാണ്. സന്യാസം എന്നുള്ളത് മനസ്സിൻ്റെ ഒരു ആന്തരഭാവമാണ്. അത് ഉള്ള ആൾക്ക് പിന്നെ പ്രശ്നമേ ഇല്ല. അപ്പോൾ അയാൾ ഒരു സാധാരണ ഒരു വീട്ടിൽ ഒരു അതിഥി വന്നിരുന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അതിഥിക്ക് ബാധകമല്ലല്ലോ, സുഖദുഃഖങ്ങളൊക്കെ. അതുപോലെ ഈ ശരീരമാകുന്ന വീട്ടിൽ ഒരു അതിഥിയെ പോലെ താമസിക്കുകയാണ് ഈ ആത്മാവ്. അപ്പോൾ അതിലത്തെ സുഖദുഃഖങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല, വായിക്കാൻ വയ്യ. ഇതാണ് സന്യാസത്തിൻ്റെ ലക്ഷണം. അദ്ദേഹത്തിന് മനസ്സ് ഇതിലോട്ടുണ്ടാവില്ല. എന്തിൻ്റെയും വിഷമം ഉണ്ടാക്കുന്നതും നല്ലതുണ്ടാക്കുന്നതും സുഖമൊക്കെ, നല്ലതുണ്ടായാൽ ചീത്തയുണ്ടാവും, അങ്ങനൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഈ മനസ്സിൻ്റെ സഹയോഗമാണ്. അപ്പോൾ അതെന്താ ആണെന്നുള്ളത് ഇവിടെ ഞാനൊന്നുകൂടി വായിക്കാം. യോഗി മനസ്സിൽ, അതായത് മനനത്താൽ ആത്മാവിൽ തൻ്റെ അവയവങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് താനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അറിയുന്നതിനാൽ അഭിമാനമോ കർത്തൃത്വഭാവനമോ അദ്ദേഹത്തിന് വരില്ല. 9 ദ്വാരങ്ങളുള്ള ഒരു കെട്ടിടത്തിൻ്റെ ദേഹത്തിൽ അതിഥിയെപ്പോലെ കഴിയുന്നു. അതിഥിയുടെ മുന്നിൽ വെച്ച് സാക്ഷിത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ലല്ലോ. വിളക്കിൻ്റെ സാന്നിധ്യത്തിലാണ് നാടകം നടക്കുന്നത്. പക്ഷേ വിളക്കിന് ആ നാടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാടകത്തിലെ സുഖദുഃഖങ്ങളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, വിളക്കില്ലെങ്കിൽ ഈ നാടകം നടക്കൂല. അങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഈ വിളക്കെന്ന് പറയുന്നത് ബോധനം, അതാണ് ആത്മാവ്. ബോധത്തിൻ്റെ ആ പ്രകാശത്തിലാണ് ഈ ജീവിതം നടക്കുന്നത്. ബോധം അതായിട്ടൊരു ബന്ധമില്ല. ഈ ഭാവന വന്ന ആളാണ് ആര്? സന്യാസി. അഹന്ത പോയ ആൾ. അതുകൊണ്ടാണ് എന്തൊക്കെ നടന്നാലും അതൊന്നും തന്നെ ബാധിക്കില്ല. അത്രയ്ക്കും മഹത്വമായ ശക്തി വന്നിട്ടുണ്ട്. വശി എന്ന് വാക്ക്. തൻ്റെ കീഴിലായിരിക്കുന്നു മനസ്സ്. നമ്മൾ സാധാരണക്കാരൻ മനസ്സിൻ്റെ കീഴിലും മഹാത്മാക്കൾ എൻ്റെ കീഴിൽ മനസ്സും. ഇതാ വന്നിരുന്നത് ഇല്ല. ഇങ്ങനെ 10 മുതൽ 12 വരെ ത്യാഗത്തിൻ്റെ
സാധകാവസ്ഥയെയാണ് വിവരിച്ചത്. ഈ ശ്ലോകത്തിൽ സന്യാസത്തിൻ്റെ സിദ്ധാവസ്ഥ ആദ്യം അങ്ങനെ പോവാനുള്ള മാർഗം പറഞ്ഞു. 10ലും 11ലൊക്കെ ഉണ്ട്, 12 വരെ. ഇവിടെ പറയുന്നത് അതിൻ്റെ സിദ്ധാവസ്ഥ, അത് അനുഭവിച്ച ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ അതിഥിയെ പോലെ താൻ ചെയ്യുന്നതൊക്കെ ഈ അവർ ചെയ്യുന്നൊന്നും തന്നെ ബാധിക്കാതെ, ഇതിൻ്റെ പേരാണ് സന്യാസം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം 13. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. വീണ്ടും പറയാണ്, ഗീത കുറച്ച് സംസ്കൃതം അറിയാൽ ആണെങ്കിൽ അതിന് വലിയൊരു വ്യാഖ്യാനം ആവശ്യമില്ല, വളരെ വേഗത്തിൽ മനസ്സിലാവുക. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ഈ പ്രഭു എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിവുള്ള ആൾ, അതായത് സ്വതന്ത്രൻ. സ്വതന്ത്രൻ ഒരാളെ വയ്ക്കൂ. 2 സ്വതന്ത്രന്മാരുണ്ട്, 2 ആളുണ്ടെങ്കിൽ അപ്പോൾ അത് മാത്രമല്ല അവർക്ക് നിൽക്കാൻ ഒരു സ്ഥലം വേണം. അപ്പോൾ അതിൻ്റെ കീഴിലാണല്ലോ വേണ്ടേ. ഭഗവാൻ സർവത്ര നിറഞ്ഞതാണ്, സർവം അറിയുന്നവനാണ്, സർവശക്തനാണ്. സർവം എന്നുള്ളൊരു വാക്കുണ്ട് ഭഗവാൻ, അതില്ലെങ്കിൽ ഈശ്വരനില്ല. അപ്പോൾ എന്നാൽ കർത്തൃത്വം, അദ്ദേഹത്തിന് കർത്താവാൻ വയ്യ ഈ ആത്മാവിന്. എന്നാൽ കർമാണി ലോകസ്യ, അദ്ദേഹം കർമ്മങ്ങളെ ഉണ്ടാക്കണമില്ല, അദ്ദേഹം കർത്താവട്ടല്ലേനും. സൃജസി പ്രഭു. പ്രഭു എന്നുള്ളതിൻ്റെ വാക്കിന് സംസ്കൃതത്തിൽ എല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ എന്നർത്ഥമാണ് പ്രഭു. ഇവിടെ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, പ്രഭുക്കന്മാർ കുറേ പണമുള്ള ആളേക്കാണ്, അങ്ങനെയല്ല. സർവശക്തൻ എന്നാണ് ലോകസ്യ പ്രഭു. എന്നാൽ കർമ്മ ഫലസംയോഗം, ഈ കർമ്മത്തിൻ്റെ ഫലം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ സംയോഗം വേണ്ടി വരെ കൂടിച്ചേരാം. അപ്പം ഞാൻ ഒരു തെങ്ങ് വെച്ചു, അതിൻ്റെ ഫലം അത് കായാവുമ്പോൾ അതുണ്ടാവുമല്ലോ, അതൊക്കെ ആരാ ചെയ്യുന്നത്? ഞാനല്ല ചെയ്യുന്നത്. സ്വഭാവസ്തു പ്രവർത്തത. പ്രകൃതിയുടെ സ്വഭാവമുണ്ട്. സ്വഭാവം എന്നുള്ള വാക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഉണ്ടാക്കിയതാ സ്വഭാവം. അതെ, ഈ എനിക്ക് കാപ്പിയുടെ ഒരു സ്വഭാവമായി, എനിക്ക് രാവിലെ എണീറ്റ് നേരത്തെ കുളിക്കുക എന്നുള്ളൊരു സ്വഭാവമായി, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് സ്വതമായിട്ട് ഉണ്ടായതല്ല. അപ്പോൾ സ്വഭാവം എന്ന് പറയുന്നത് ഉണ്ടാക്കണമെങ്കിൽ പ്രകൃതിക്കേ വയ്ക്കൂ. ഈ കർമ്മം ചെയ്യലൊക്കെ പുരുഷന് അല്ലെങ്കിൽ ഈശ്വരനൊന്നും ചെയ്യാൻ വയ്യ, കാരണം അദ്ദേഹം പൂർണ്ണനാണ്. അപ്പോൾ പൂർണ്ണന് അങ്ങനെ ചെയ്യാൻ വയ്യല്ലോ. അപ്പോൾ സ്വഭാവസ്തു പ്രവർത്തിച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം ചെയ്യുന്ന ആ സന്യാസി പ്രകൃതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മാത്രം അദ്ദേഹം മനസ്സുകൊണ്ട് ധരിക്കുകയാണ്. അതല്ലേ വേണ്ടൂ, അല്ലാണ്ട് പ്രവർത്തിക്കാണ്ടിരിക്കാൻ വയ്യ. ഈ ലോകത്തിൽ പ്രവർത്തിക്കാതെ അരനിമിഷം ആർക്കും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് പരിപൂർണ ബോധ്യമാണ്. എന്തെങ്കിലും ഒരു ചലനം ഇല്ലാണ്ട് വയ്യ. നല്ല കൂർക്കം വെച്ച് ഉറങ്ങുകയാണെങ്കിലും വേണ്ടില്ല, ശ്വാസം വലിക്കണമല്ലോ, അപ്പോൾ ഒരു പ്രവൃത്തിയല്ലേ. അതുമാതിരി ഭക്ഷണം ദഹിക്കണമല്ലോ. ഈ കാര്യങ്ങളൊക്കെ കൂടാണ്ട് കഴിയില്ല. അപ്പോൾ പലരും വിചാരം അകർമ്മം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ്. മിണ്ടാതെ ഇരിക്കൽ ഒരു കർമ്മമാണ് അല്ലേ. കുറച്ച് നേരം ഇരുന്നാത്തി കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടി വരും. അപ്പോൾ ഈ ഇരിക്കലും കിടക്കലും ചിന്തിക്കലും ഒന്നും ചിന്തിക്കാതിരിക്കലും അങ്ങനെ ഒരു ചിന്തയാണതേ. എന്താണ് ഞാൻ ഒന്നും ചിന്തിക്കാണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു സങ്കല്പമാണ്. അപ്പോൾ അനക്കമില്ലാതെ ചലനമില്ലാതെ ഈ ജീവിതത്തിൽ അരനിമിഷം ആർക്കും ഇരിക്കാൻ പറ്റില്ല എന്ന് ആദ്യം 3 തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെഷ്ടസ്തി അകർമ്മകൾ എന്ന് 3 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു ബ്രഹ്മൻ കർമ്മഫലം ഇതൊന്നും ആരെ ബാധിക്കില്ല? കർത്താവിനെ ബാധിക്കില്ല. എങ്ങനെ? അതാണ് സന്യാസം. ഈ സന്യാസിയെ ഈ വക കാര്യങ്ങൾ യാതൊന്നും ബാധിക്കില്ല. കാരണം അദ്ദേഹം ഇനി മുമ്പ് പറഞ്ഞല്ലോ, ഇവിടെ പത്മപത്രം വിവാംബസ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനോട് യാതൊരു ഒട്ടലുമില്ല, പൂർണ്ണനാണ്. അത് സാധിക്കില്ല പറയണം. ഈശ്വരൻ കർമ്മങ്ങളെയോ കർത്തൃത്വത്തെയോ ഫലങ്ങളെയോ ഭോക്തൃത്വത്തെയോ ഉണ്ടാക്കുന്നില്ല. പ്രകൃതി സ്വഭാവമാണ് അവ ഉണ്ടാക്കുന്നത്. കർമ്മത്തിൻ്റെ മൂലപ്രേരണ പ്രത്യക്ഷമായ ശരീരത്തിൻ്റെ കർമ്മം, അതിൽ നിന്നും ജനിക്കുന്ന ഫലത്തിൻ്റെ ആഗ്രഹം, ഇവയെല്ലാം ഈശ്വരന് ഒരു ബന്ധവുമില്ല. ഒരുത്തൻ്റെയും പാപപുണ്യത്തിൻ്റെ ബന്ധവും ഭഗവാനില്ല. ശ്ലോകം 15 ഇനി വരാൻ പോകേണ്ടതൊക്കെ ഇതാണ് ഈശ്വരൻ്റെ പരിശുദ്ധിയുടെ വ്യാഖ്യാനം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മൾ വെച്ചാൽ ശരീരമെന്ന് വിചാരിക്കാത്ത ആത്മാവെന്ന് വിചാരിച്ചാൽ ഈശ്വരനായി അല്ലേ. ആണുള്ളത് നമ്മുടെ പരമലക്ഷ്യം എന്താണ്? അഹം ബ്രഹ്മാസ്മി. അപ്പോൾ അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം വരില്ലാണല്ലോ. അപ്പോൾ ഈശ്വരൻ ഞാനാണല്ലോ. അപ്പം അതുകൊണ്ട്
കർമ്മസന്യാസമാണല്ലോ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ശരീരം കൊണ്ടല്ല, അല്ല ബുദ്ധി കൊണ്ട് കൂടിയും അല്ല. കാരണം ബുദ്ധി കൊണ്ടാണെങ്കിലും അത് അപ്പോൾ ഒരു ഭാവന വരും, ഞാൻ ചെയ്തു എന്നുള്ള ഒരു കർത്തൃത്വം വരുവോടെ, അതും കൂടി ഇല്ലാണ്ടേ. അങ്ങനെയുള്ളതാണ്. നാദത്തെ കസ്വജിൽ പാപം ന ജൈവ സുഹൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. ന ആദത്തെ കൊടുക്കുന്നില്ല, കസ്വജിൽ പാപം, ആർക്കും ഭഗവാൻ പാപം കൊടുക്കണില്ല. ന ജൈവ സുഹൃതവും കൊടുക്കണില്ല. അജ്ഞേന ആവൃതം ജ്ഞാനം, അജ്ഞാനം കൊണ്ട് ഈ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുകയാണ്. തേന അതുകൊണ്ട് മുഹ്യന്തി മോഹിച്ചു പോകുന്നു, ജന്തവ ജന്തുക്കൾ, ജീവനുള്ളവളെയൊക്കെയാണ് ജന്തുക്കൾ. ജീവൻ വാസ്തവത്തിലെ ഭഗവാന്റെ അംശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് 15-ൽ. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. അപ്പോൾ ഭഗവാന്റെ അംശം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയൂ, ഭഗവാൻ ഒരു അംശമൊന്നും ഇല്ല. ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ നാദത്തെ കസ്വജിൽ പാപം, ഭഗവാൻ പാപപുണ്യങ്ങളെ പറ്റിയും ഇതൊക്കെ ആവർത്തനം ധാരാളം വന്നാലേ ഇത് അത് കയറുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല, 1000 പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവണില്ല. എന്നിട്ട് ഇപ്പോൾ പാപവും പുണ്യവും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു കർമ്മമല്ല, മനസ്സിൻ്റെ ഭാവമാണ്. ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടതിരുന്നില്ല എന്ന് മനസ്സ് തോന്നിയാൽ അപ്പം അത് പാപമായി. ഒരു കാര്യം ചെയ്ത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിന് ബോധ്യം വന്നാൽ അത് പുണ്യമായി. ഇത്രയേ ഉള്ളൂ പാപത്തിനും പുണ്യത്തിനും. അല്ലാണ്ട് ഒരു കർമ്മത്തിന് പാപമെന്നോ പുണ്യമെന്നോ പറയാൻ വയ്യ. ഇതിനൊക്കെ കാണിക്കാനാണ് മഹാഭാരതത്തിൽ വ്യാധഗീത, അതായത് മാംസം മുറിച്ച് നിൽക്കുന്ന ഒരാളാണ് ഒരു ബ്രാഹ്മണന് ഗീത പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടാൽ നോക്കുക അത്ഭുതം. മറ്റു മതങ്ങളിലും ഇങ്ങനെ ഉണ്ടോ എനിക്ക് നിശ്ചയില്ല, കണ്ടിട്ടില്ല. എങ്ങനെയാലും ഇവിടെ ആ വ്യാധനെ പോലും മഹാത്മാവാക്കണം. കാരണം അദ്ദേഹം സ്വഭാവസ്തു പ്രവർത്തത, സ്വഭാവം ചെയ്യണു എന്ന് മാത്രമേ അദ്ദേഹം വിചാരിച്ചിട്ടുള്ളൂ. താൻ അതിൽ ചെയ്യുന്ന കർത്തൃത്വമില്ല, അദ്ദേഹത്തിന് ഭോക്തൃത്വമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല, സാധിക്കതൊക്കെ നമുക്ക് തന്നെ സാധിക്കുമല്ലോ. ഇപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും നമുക്ക് വലിയ പരിഭ്രമമൊന്നുമില്ലല്ലോ. സുഖം വന്നാൽ തർക്കമില്ല, ദുഃഖം വന്നാൽ തർക്കമില്ല, രണ്ടും തർക്കമില്ല എന്നാണ്. കാരണം നമ്മൾക്ക് അതിനോട് ബന്ധമില്ല, അത് സാധിക്കണം. ഇപ്പോൾ പത്മപത്രം വിവാംബസം എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ പറ്റുമോ തോന്നും. നിത്യജീവിതത്തിൽ നമ്മൾ പത്രം വായിക്കുമ്പോൾ എന്തെല്ലാം കാണുന്നു, കണ്ട അത്ഭുതം തോന്നും നമുക്ക് വായിച്ചാൽ. സാമാന്യം അത് വായിച്ചിട്ട് കുറേശ്ശെ നമുക്ക് അല്ല ഒരു വിഷമം തോന്നുകയാണെങ്കിൽ നമുക്ക് ഇരുന്ന് നിലവിളിക്കാനേ നേരണ്ടാവുള്ളൂ പത്രം വായിച്ചാൽ. അതുമാതിരി ഇവർ കാണിക്കുന്ന പൊട്ടത്തരം കാണിക്കുന്നത് കണ്ടാൽ ചെറിച്ചിട്ട് അത്രയും കാണിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. നമുക്കതുകൊണ്ട് യാതൊരു പരിഭവമില്ല. കാരണം എന്തൊക്കെ പത്രത്തിൽ വായിച്ച് രാവിലെ പത്രം കിട്ടിയാൽ വായിക്കുക, അതന്നെ ന്യൂസ് പേപ്പറാണ്, 5 മിനിറ്റ് കഴിഞ്ഞാൽ വേസ്റ്റ് പേപ്പർ, ഇത്രയേ ഉള്ളൂ. അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് അതിനോടുകൂടി ബന്ധപ്പെട്ടിട്ടില്ല, മമതയില്ല, നമുക്ക് അഹന്തയില്ല കാര്യത്തിൽ. അപ്പോൾ സാധിക്കും എന്നുള്ളത് അനുഭവമാണല്ലോ. അത് അവർ പറഞ്ഞത് നാദത്തെ കസ്വജിൽ പാപം ന ജൈവ സുഹൃതം വിഭു അജ്ഞേന ആവൃതം. അജ്ഞാനം എന്നുള്ള വാക്കിനും അർത്ഥം ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നുണ്ട്. അറിവില്ലായ്മ എന്നല്ല അജ്ഞാനത്തിന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ പിന്നെ അപൂർണ ജ്ഞാനം. അപ്പോൾ അത്രയേ ഉള്ളൂ, കുറച്ചറിയും ചെയ്യും, മുഴുവനായിട്ട് അറിയില്ല. അങ്ങനെയുള്ള ആളാണ് അപകടമൊക്കെ ചെയ്യുക. തീരെ അറിവില്ലാത്തയാളെ കൊണ്ട് ഒരു ഉപദ്രവമില്ല. കാരണം അയാളൊരു ഭാഗത്തിരിക്കുള്ളൂ, കളി കിടക്കും, അത്രയേ ഉള്ളൂ. നല്ല അറിവുള്ള ആളെ കൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. പകുതി അരി വെന്തിട്ടും ഇല്ല, പച്ചരി ഇട്ട് അല്ലേനിയും എന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇത് വലിയാണ് ഇവിടെ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ പൂർണ്ണൻ എന്നർത്ഥമാണ്. ഞാനാണ് ഈ ഭഗവാനെ. അവൾക്ക് നോക്ക് വിചാരം, ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഓർമ്മ വരിക, അവിടെ വിഷമം. ഞാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ പേര് ശൂലവാണി എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിലേ ഈ ഞാനിന് വിലയുള്ളൂ. ഞാൻ മാത്രമായിട്ട് നിൽക്കില്ല. ഞാൻ എന്താ ചോദിക്കില്ലേ, ഞാൻ ആരാ, ഞാൻ രാമനാണ്, അല്ലെങ്കിൽ ഞാൻ അധ്യാപകനാണ്, ഞാൻ എന്തെങ്കിലുമാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ സുഖിയാണ്, എന്തെങ്കിലും ഒന്ന്. അതായത് ക്രിയകളോ പദാർത്ഥങ്ങളോ കൂടാതെ ഞാനിന് നിലനിൽപ്പില്ല. ആ ക്രിയകളും പദാർത്ഥങ്ങളും അങ്ങോട്ട് മാറ്റിയാൽ അപ്പോൾ ഞാൻ എന്നുള്ളത് ആരാ പൂർവ്വം, അത് അഹം ആവും. ഞാൻ എന്നുള്ളത് അതായത് നിരപേക്ഷം. ഇപ്പോൾ എൻ്റെ ഏത് ഞാനിനും സാപേക്ഷ ഞാനേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഒന്നിനോട് അപേക്ഷിച്ചിട്ട് വേണം എൻ്റെ നിരപേക്ഷ ഞാൻ എന്ന് പറഞ്ഞാൽ അത് അഹമായി, അത് ബ്രഹ്മാണ്, അതാണ്. അപ്പോൾ ആ
ഇവിടെ പറഞ്ഞു വരുന്നത് അജ്ഞാനം എന്നുള്ളത് ഞാൻ എന്നെ ഇതിനോട് കൂടി ബന്ധപ്പെട്ടു എന്ന തെറ്റിദ്ധാരണയാണല്ലോ അജ്ഞാനം. ആ അജ്ഞാനം കൊണ്ട് ആവൃതം മൂടപ്പെട്ടിരിക്കുന്നു. എന്ത് ജ്ഞാനം? തേന മുഹ്യന്തി ജന്തവ. ജന്തവ എന്നാണ് നമ്മളെ ഭഗവാൻ വിളിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ജന്തുക്കളാണെന്നാണ്. ജന്തുക്കൾക്കുള്ളൊരു പ്രത്യേകത, അവന് ഈ ബോധം ഉണ്ടെങ്കിലും അത് നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. എന്നാലോ മരങ്ങളെ പോലെയല്ലേനും കുറച്ച് ചലനമൊക്കെ ഉണ്ട്, അത്യാവശ്യം കുറേശ്ശെ ഒരു വാസന ലേശമുണ്ട്, പക്ഷേ പൂർണ്ണത ഇട്ടില്ല. അതുപോലെയുള്ള ആളാവണു ഇവരും ജന്തുക്കളാൾ പോലെയാവണു എന്ന് പറയണം. ഈ ഈശ്വരൻ ആർക്കും പുണ്യമോ പാപമോ രണ്ടും കൊടുക്കുന്നില്ല. സത്യം അസത്യത്താൽ മൂടുമ്പോഴാണ് താൻ ശരീരമാണ് എന്ന മോഹം വന്നു ചേരുന്നത്. കയറിനെ കാണാൻ സാധിക്കാത്തതിനാലാണ് പാമ്പാണ് എന്ന മോഹം വരുന്നത്, ഭയപ്പെടുന്നതും. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി മുതലായവയുടെ പാപപുണ്യം അതായി ഒരു ബന്ധവുമില്ലാത്ത വെറും സാക്ഷ്യസ്വരൂപമായി പ്രകാശിപ്പിക്കുന്ന ആത്മാവിൽ എങ്ങനെ വന്നു ചേരും? ജീവനാണ് സ്വഭാവത്തിൻ്റെ അധീനൻ. ജീവൻ മുഖാന്തരം ചെയ്യുന്ന പാപപുണ്യങ്ങളുടെ ഉത്തരവാദിത്വം ഈശ്വരനിൽ ചേരുന്നതല്ല. ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപൻ, ജീവനോ അനൃത ജഡ ദുഃഖസ്വരൂപൻ. മറ്റത് സത്ത് ചിത്ത് ആനന്ദം, അതിൻ്റെ നേരെ വിപരീതമാണ് ഈ അനൃത ജഡ ദുഃഖസ്വരൂപം എന്നുള്ളത്. അങ്ങനെ 15 പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതാളൂ. മനസ്സ്, ബുദ്ധിയാണ് ഈ സന്യാസം അല്ലെങ്കിൽ കർമ്മയോഗം, ഭക്തിയോഗം എന്നൊക്കെ പറയുന്നതിൻ്റെ മൗലിക തത്വം. അത് അവിടമ്പിലാണ്. അത് ശരിപ്പെട്ടാൽ ഒക്കെ നല്ലതായി. അത് ശരിപ്പെട്ടിട്ടില്ലെങ്കിൽ ഏത് യോഗമായിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം ബന്ധമുണ്ടാവും. ഇനി 16 പറയണു, ജ്ഞാനേന തജ്ഞാനം യേഷാം നാശിതം ആത്മന തേഷാം ആദിത്യബൽജ്ഞാനം പ്രകാശയതി തൽപരം. ജ്ഞാനേന, ഇനി തൂന്ന് ഈ സംസ്കൃതത്തിൽ തൂന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞതല്ല ഇനി പറയാൻ പോകുന്നതെന്നർത്ഥം. അജ്ഞാനം ജ്ഞാനേന തു തദജ്ഞാനം. ആ അജ്ഞാനമുണ്ടല്ലോ, തൂ അത് ആകട്ടെ, ജ്ഞാനം കൊണ്ട് യേഷാം യാതൊരുവരുടെ നാശിതം ആത്മന, നശിച്ചു പോയിരിക്കുന്നു. നശിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക എന്നൊരർത്ഥം പലരും ധരിക്കുന്നുണ്ട്. സംസ്കൃതത്തിൽ അങ്ങനെ അർത്ഥമില്ല. നമ്മുടെ ഇല്ലാതെയാവുക എന്ന് വലിയ ഒരു സാധനം. നശിക്കുക എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളിൽ മാറ്റം വരിക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സ്വർണം നശിച്ചിട്ടല്ല പണ്ടുണ്ടാവുന്നത്. സ്വർണത്തിൻ്റെ അതിന് രൂപമില്ല, അരൂപമായത് സ്വരൂപമായി, ഇത്രയേ അർത്ഥമുള്ളൂ. അതുപോലെ ഞാൻ ഇവിടെ ഇപ്പോൾ നമുക്ക് ചിലതൊക്കെ ഈ രൂപമുണ്ടെന്ന് തോന്നിയില്ലേ, ഞാൻ ശരീരമാണെന്നൊക്കെ തോന്നില്ല, അതാണ് ഇല്ലാതെയത്. നാമരൂപത്തിൻ്റെ താൻ പൂർണ്ണനാണ് അല്ലെങ്കിൽ താൻ സർവത്ര നിറഞ്ഞവനാണ് എന്ന ബോധം വരികയാണ്. അതാണ് എന്ത് അജ്ഞാനം നശിക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാനം ഇല്ലാണ്ടാവല്ല, തെറ്റായ ധാരണ ഇല്ലാതായി നല്ല പൂർണ്ണജ്ഞാനം വരുന്നതിനാണ് നാശിക്കുക എന്നർത്ഥമുള്ളൂ. ജ്ഞാനേനതു തജ്ഞാനം യേഷാം നാശിതം ആത്മന. ആ ആൾക്ക് തേഷാം ആദിത്യവൽ ജ്ഞാനം, ആദിത്യനെ പോലെ ജ്ഞാനം പ്രകാശയതി തൽപരം, പ്രകാശിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് മഴക്കാറുള്ള ദിവസം. ഈ മഴക്കാർ തന്നെ ഉണ്ടാക്കിയത് സൂര്യനാണ്. എന്നിട്ട് ആ സൂര്യൻ വന്നിട്ട് സൂര്യനെ അങ്ങോട്ട് മറയ്ക്കും, സൂര്യനെ കാണുകയില്ല. അപ്പോൾ സൂര്യൻ മറഞ്ഞു എന്ന് പറയും നമ്മൾ സാധാരണ. അപ്പോഴേക്കും ഒരു കാറ്റ്, അതും സൂര്യൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഈ അധ്യയന ശക്തി കൊണ്ട്. കാറ്റ് വന്ന് അടിച്ച് മേഘം കണ്ട് പോകും. അപ്പോൾ സൂര്യൻ പ്രകാശിച്ചു എന്ന് പറയും. ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. വാസ്തവത്തിൽ നമ്മൾ ആലോചന ഇല്ലാണ്ടേ പറയണത്, ആലോചിച്ചിട്ടില്ല. ഈ മേഘത്തിനുണ്ടോ സൂര്യനെ മറിക്കാൻ പറ്റുന്നു? എൻ്റെ കാഴ്ചയ്ക്ക് സൂര്യൻ പറഞ്ഞു. കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് മറിഞ്ഞിട്ടില്ല, സൂര്യൻ അവിടെ ഉണ്ട് അല്ലേ. സങ്കുചിതമായ ശരീരഭാവനയിലാണ് ഈ അജ്ഞാനമൊക്കെ വരുന്നതെന്ന് പറയാനാണ്. ശരിക്കും അറിയില്ല, മറിക്കാൻ വയ്യ. അത് നല്ല കാറ്റും ഭഗവാനും തന്നെയുണ്ട്. അത് അങ്ങോട്ട് മറിഞ്ഞു പോയപ്പോൾ സൂര്യനെ കണ്ടു പറയുന്നു. സൂര്യനെ മറിച്ചിട്ടുമില്ല, സൂര്യൻ പ്രകാശിച്ചിട്ടുമില്ല. എനിക്ക് എൻ്റെ കണ്ണിന് പരിമിതമായ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സാപേക്ഷമായ എൻ്റെ കണ്ണിന് ഉള്ള ശക്തിയുടെ കുറവ് കൊണ്ട് സൂര്യൻ മറഞ്ഞുവെന്നും സൂര്യൻ പ്രകാശിച്ചുവെന്നും ഒക്കെ തോന്നുകയാണ്. ഇത് എപ്പോൾ പറ്റും? പരമജ്ഞാനം വരുമ്പോൾ ഞാൻ ശരീരമായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ തോന്നിയതാണ്
എനിക്ക് ഈ ബന്ധമൊക്കെ പിന്നെ മുമ്പുണ്ടായതാണ്, ഇല്ല, വാസ്തവത്തിൽ ഇതിനുണ്ടാവും വയ്യ. സൂര്യൻ്റെ പ്രകാശത്തിന് സാധിക്കില്ല. ആദിത്യവൽ ജ്ഞാനം പ്രകാശേതി തൽപരം, ഏതിനു ശേഷം തൽപരം അതിന് ശേഷം ചിലോ ജ്ഞാനം ഉദിച്ചാൽ അജ്ഞാന അജ്ഞാനം യേഷാം നാശിതം ആത്മന, ആത്മജ്ഞാനം എപ്പോൾ ഉദിച്ചുവോ അപ്പോൾ അവരുടെ ആ ജ്ഞാനം ആദിത്യനെ പോലെ. കാരണം ആദിത്യൻ എന്ന് പറയാൻ കാരണം നമ്മളുടെ എല്ലാ ജീവിതത്തിൽ ഈ പ്രകൃതിയിൽ ഏറ്റവും അധികം പ്രകാശം തരുന്നത് ആദിത്യനാണ്. വാസ്തവത്തിൽ ആദിത്യൻ എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നതും ഈശ്വരനല്ല. ആ ആദിത്യനിലുള്ള പ്രകാശത്തെയാണ് ഈശ്വരനായിട്ട് കാണുന്നത്. ഈ നമ്മുടെ മന്ത്രമുണ്ടല്ലോ ഗായത്രി, സാവിത്രി എന്നതിന് പേര്. ഗായത്രി എന്നുള്ളത് 24 അക്ഷരമുള്ള കവിതയ്ക്കുള്ള പേരാണ് ഗായത്രി. അതൊരു ഛന്ദസ. വാസ്തവത്തിൽ അത് മന്ത്രമല്ല. ശരിക്കും മന്ത്രത്തിൻ്റെ പേര് സാവിത്രി എന്നാണ്, സൂര്യനെ സംബന്ധിച്ചത് എന്നാണ്. അത് പക്ഷേ സാധാരണ ഇപ്പോൾ ഗായത്രി ഗായത്രി എന്നായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സൂര്യനെ പറ്റി പറയുമ്പോഴും സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യനല്ല, സൂര്യനിലുള്ള പ്രകാശനം. സൂര്യൻ ജഡമാണ്. ഈ ഭൂമിയെ പറ്റി തന്നെ ഒരു ജഡ വസ്തുവാണ് സൂര്യൻ. കാരണം കോടാനുകോടി സൂര്യന്മാരുണ്ട്. അപ്പോൾ ഒക്കെ എന്താണ് സാപേക്ഷമാണല്ലോ. ഭഗവാൻ നിരപേക്ഷമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ നാവുകൊണ്ട് പറയാൻ തന്നെ വയ്യ. എന്തെങ്കിലും നാവുകൊണ്ട് പറഞ്ഞാൽ അത് ഈശ്വരനല്ലാണ്ടാവും. കാരണം പരിമിതവും. അത് പ്രകാശേതി പ്രകാശിക്കുന്നു വെച്ചാൽ ആദ്യം നമുക്ക് മറഞ്ഞു തോന്നി, ഇപ്പോൾ പ്രകാശിച്ചു എന്ന് തോന്നി. അദ്ദേഹം വാസ്തവത്തിൽ സൂര്യൻ മറഞ്ഞിട്ടുമില്ല, ഇപ്പോൾ പ്രകാശിച്ചിട്ടുമില്ല. അത് സാധിക്കും. ആർക്ക്? ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് സന്യാസിക്ക്. എന്തിനാ സന്യസിച്ചത്? മനസ്സിൻ്റെ ഭാവങ്ങളെ സന്യസിച്ചു. അപ്പോൾ മനസ്സാണ് ഇതൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നത്. അതാ സാധിച്ചാൽ ആ മഹാത്മാവ്. ഇപ്പോൾ ഇവിടെ ജീവൻ മുക്തനെ പറ്റി ആണ് കുറേശ്ശെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാദ്യം, അല്ലാണ്ട് വിദേഹമുക്തി എന്നൊന്നുണ്ട്, മരിച്ചിട്ടൊരു മുക്തി കിട്ടുക എന്ന് പറയാറുണ്ട്. ഇതവിടെ ആവശ്യമില്ല. ജീവൻ തത് ബുദ്ധയസ്തദാത്മാനസ്തന്നിഷ്ടസ്ഥൽപരായണ ഗച്ഛന്ത്യ പുനരാവർത്തിയും ജ്ഞാനനിർധൂത കൽബഷ. തത് ബുദ്ധയ, തത് ബുദ്ധാച്ചാൽ അത് ബുദ്ധിയിൽ മുഴുവനും അല്ലെങ്കിൽ വേറെ ചരണയിൽ മുഴുവൻ അതേ ഉള്ളൂ, ആത്മാവേ ഉള്ളൂ. തത് ബുദ്ധയ. പിന്നെ തത് ആത്മാന, തലോ മനസ്സ്, ബുദ്ധിയും മനസ്സ്. തത് ആത്മാന തന്നിഷ്ഠ, അതിൽ തന്നെ ഇന്ദ്രിയങ്ങളൊക്കെ അതിൽ. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ തത് ചാൽ അത് വെച്ചാലോ ഇതല്ലാത്തത്. ഇത് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരിമിതം. തത് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അപരിമിതം. അപ്പോൾ ഭഗവാനെ തത് എന്ന് പറയാം. ഓം തത് സത് എന്ന് പറയണമല്ലോ. രണ്ട് തരത്തിൽ ഭഗവാനെ പറയും. എന്താകണത്? രണ്ടും പറയണം. ഓം എന്ന് വെച്ചാൽ എല്ലാം പൂർണ്ണമായത്. തത് വെച്ചാൽ പൂർണ്ണമെന്നും പറയാൻ വയ്യ, അതിൻ്റെ അപ്പുറത്തുള്ളത് തത്. അതെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, എങ്കിലും ഒരു റിപ്പീറ്റേഷൻ പോലെ പറയട്ടെ. ആദ്യമൊക്കെ ഉപനിഷത്തിലൊക്കെ കാണുക ഈ തത് എന്നുള്ള സമ്പ്രദായത്തിലാണ്. അതായത് ഈശ്വരൻ ഒരു മനുഷ്യനാണോ? അല്ല. നേതി എന്ന് പറയുമല്ലോ. ഈശ്വരൻ ഒരു ദേവനാണോ? നേതി. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചു അതൊന്നുമല്ല, നേതി 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 എന്നാണ് ഒരു സമ്പ്രദായം ഈശ്വരനെ പറയാൻ ഈ നമ്മുടെ ഉപനിഷത്തുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് വല്ലാതെ വിഷമം വരും. ഇതെങ്ങനെയാണ് കിട്ടുക? എന്ത് ചോദിച്ചാലും അല്ല പറഞ്ഞാൽ പിന്നെ എന്താ അത് എന്ന് ചോദിക്കുമ്പോൾ അതിന് അപ്പോൾ ഉപനിഷത്ത് തന്നെ ഒരു സൂത്രം കണ്ടു. പറഞ്ഞ് ഓം എന്നും ഭഗവാന്റെ പേരാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈശ്വരൻ സത്യസന്ധനാണോ? ഓം. അതെ. ഈശ്വരൻ പരമ കള്ളനാണോ? ഓം. അതെ എന്ന് പറഞ്ഞു. കാരണം ഈശ്വരൻ പരമ കള്ളനല്ല എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പകുതിയും ഇല്ലേണ്ടോ. എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ. അപ്പോൾ ഓം തത് സത് ഇതി നിർദ്ദേശമൊന്നും ഇനി 17 വരുന്നുണ്ട്. ഭഗവാനെ പറ്റി പറയുമ്പോൾ പൂർണ്ണനുമാണ്. പക്ഷേ അതേ സമയത്ത് പൂർണ്ണനാണെന്നും പറയുക. നാവ് കൊണ്ട് പറഞ്ഞാൽ അത് പൂർണ്ണത അല്ലാണ്ട് പോകും. അതുകൊണ്ടാണ് തത് എന്താണ് തേഷാം അല്ല തത് ബുദ്ധയ തദാത്മാന തന്നിഷ്ഠ തൽപരായണ. പരായണം ആശ്രയമാണ് പരായണം. പരാശ്രയം എന്നൊക്കെയല്ലോ. പരമായ അയനം എന്നർത്ഥമുണ്ട്. അയനം എന്ന് പറഞ്ഞാൽ ഗതി. 2 തരത്തിൽ ഗതി നമ്മൾ പറയും. ഉത്തരായണം, ദക്ഷിണായനം. സൂര്യൻ്റെ ഗതി എന്നർത്ഥമുണ്ട്. വേറെ സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട് ഈ ഗതിക്ക്. ഗതിച്ചാൽ പ്രാപ്യസ്ഥാനം. ഭഗവാനാണ് എൻ്റെ പരമഗതി എന്ന് പറഞ്ഞാൽ പ്രാപ്യസ്ഥാനം എന്നർത്ഥമുണ്ട്. ഇവിടെ ആ പ്രാപ്യസ്ഥാനത്തിനെയാണ് പരായണം, പരമമായ അയനം. ഭഗവാൻ ആണ് എൻ്റെ പരമമായ
പ്രാപ്യസ്ഥാനം ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സാധാരണ എത്ര പറഞ്ഞാലും എത്രയൊക്കെ എനിക്കിപ്പോഴും ഇത്രയൊക്കെ വായിച്ചിട്ടും സംശയം ആണ് തീർന്നിട്ട് തോന്നാറില്ല. കാരണം ജീവിതത്തിലല്ലേ ഇരിക്കുന്നത്. ഈ ഇതിൻ്റെ ഭാവന അങ്ങോട്ട് മുഴുവൻ മുട്ടിട്ട് ജീവിക്കണമെങ്കിൽ പ്രയാസമുണ്ട്. അത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലാസ്സൊന്നും ഉണ്ടാവില്ല, സാധിക്കില്ല. അത് എത്ര കഴിഞ്ഞാലും ജീവൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പമുണ്ടാവും. സങ്കല്പരഹിതനാണെന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്, ശരിയാന്ന് ബോധ്യം വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈശ്വരൻ എന്നാ പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരു വരും. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ കൃഷ്ണഭക്തിയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്വരൂപമാക്കി അപ്പം വരും. ഒരാൾക്ക് ശിവൻ്റെ ആവും, ഒരാൾക്ക് ഭഗവതിൻ്റെ ആവും, ഒരാൾക്ക് യേശുവിൻ്റെ ആവാം, ഒരാൾക്ക് അല്ലാഹുവിനോ അങ്ങനെ ഉണ്ടോ ശരിയില്ല, അതിനൊരു രൂപമുണ്ടോ പറഞ്ഞിട്ടില്ല. ഏതായാലും മനുഷ്യന് ഈ അരൂപമായിട്ട് ചിന്തിക്കാൻ വയ്യ. കാരണം ധ്യാനം അരൂപത്തിലില്ല. രൂപം കൊണ്ടേ ഒന്നുമില്ലെങ്കിൽ അവസാനം ഒരു കുത്തെങ്കിലും ഒരു പോയിന്റെങ്കിലും ഇല്ലാണ്ട് ധ്യാനിക്കാൻ വയ്യ. അതും അങ്ങോട്ട് ഇല്ലാണ്ടായാൽ പിന്നെ ധ്യാനമല്ല, അതിന് പേര് സമാധിയായി. അവിടെ അതില്ല. അപ്പോൾ തത് ബുദ്ധയ തദാത്മാന തന്നിഷ്ഠ തൽപരായണ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ്. എനിക്ക് രാവിലെ കുളിയൊരു നിഷ്ഠയായി പക്ഷേ എന്നും അതിൽ തെറ്റില്ല എന്നർത്ഥം. അപ്പോൾ ബുദ്ധി, മനസ്സ്, ഈ ശരീരം ഒക്കെ പരമായ അയനം, ഈശ്വരൻ എന്ന് പരായണ. അവരെന്ത് ചെയ്യുന്നു? ഗച്ഛന്തി അപുനരാവർത്തിയും. അവർ പുനരാവർത്തി, അതായത് എവല്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ അത്? പരിണാമം. നമ്മുടെ ജീവിതം മുഴുവനും പരിണാമമാണ്. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ പരിണാമം. അവർക്ക് ആ പുനരാവർത്തി, പിന്നെ അവർക്ക് എവല്യൂഷൻ ഇല്ല. കാരണം ഇംഗ്ലീഷിൽ കുറേശ്ശെ പറയേണ്ടി വരുന്നത് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ വേണമെങ്കിൽ കൈനാറ്റിക് എനർജി, അതായത് വിജൃംഭിത ശക്തി എന്ന് പറയാം. അത് എന്താവും? പൊട്ടൻഷ്യൽ എനർജി, സംഭരിത ശക്തി എന്ന് പറഞ്ഞിട്ട് ആ വിത്തിൽ എടുക്കുക. ആ ആലിൻ്റെ വിത്തിൻ്റെ ഉള്ളിൽ ആ ആല് സംഭരിത ശക്തിയായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. പക്ഷെ അവിടെ വിജൃംഭമില്ലെന്നില്ല. അതുകൊണ്ട് ചെറിയ വിത്താണ്, എന്ത് പണി അതിനെ കാട്ടാം, ഉണ്ടല്ലോ. അതങ്ങോട്ട് വിജൃംഭിച്ചു കഴിഞ്ഞാൽ ഒരു ഊക്കൻ ആലായാൽ അതിനോട് യാതൊന്നും നമ്മൾ കൂട്ടിയോ പറ്റില്ല. കാരണം 10 ദിവസം മട്ടേണ്ട ഒരു കാലമൊക്കെ അത് മുറിച്ചു വിടണമെങ്കിൽ അത്ര വലിയ ആലുകളൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ പറയാം ഒരു വേലി കെട്ടുമല്ലോ ആലിനൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ നല്ല ആടോ ഒറ്റ അടിച്ചിരും ആലിനെ. അതങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ ആടല്ല, 4 ആനയെ കെട്ടിയാൽ അവനൊരു ഒരു മാറ്റവും വരുന്നില്ല, ഒന്ന് അനക്കാൻ കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ വിജൃംഭിത ശക്തി അല്ലെങ്കിൽ സംഭരിത ശക്തി. എന്താ അവിടെ പറഞ്ഞത്? ഗച്ഛന്തി അപുനരാവർത്തിയും. പിന്നെ ആവർത്തിയില്ല, അതായത് വിജൃംഭണം, പിന്നെ സംഭരിക്കൽ അല്ലേ, ഇവല്യൂഷൻ, ഇൻവല്യൂഷൻ ഇംഗ്ലീഷിൽ. അതായത് ചലനം പറഞ്ഞു കൊണ്ടിരുന്നത് മുഴുവൻ ഈ ഒരൊറ്റ കാര്യമാണ്. ചലനം എന്നുള്ളതുണ്ടല്ലോ. അത് ബുദ്ധി ചലിക്കുന്നു, മനസ്സ് ചലിക്കുന്നു, ശരീരം ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നു. ചലനം ഇല്ലാണ്ട് അവിടെ യാതൊന്നുമില്ല. കാരണം ഇതൊക്കെ അപൂർണ്ണമാണ്. അതുതന്നെയാണ് ആ അപൂർണ്ണം ചലിക്കണമെങ്കിൽ ചലിക്കാത്ത ഇതുണ്ടാവണം എന്നുള്ളത് ശാസ്ത്രമാണ്. അതിനെയാണ് ബോധം എന്ന് പറഞ്ഞാൽ. ബോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഗച്ഛന്തി അപുനരാവർത്തിയും. എങ്ങനെ? ജ്ഞാന നിർധൂത കൽമഷ. ജ്ഞാനത്താൽ നിർധൂതം വെച്ചാൽ അങ്ങനെ ഊതിയ പൊള്ളി കൽമഷം. അരിയും കുത്തിയാൽ ഉമിയലുണ്ടാവും. ആ ഉമി പോവില്ല. അത് എന്ത് ചെയ്താൽ മതി? ഒന്നങ്ങോട്ട് ഊതിയാൽ മതി. ഉമിയുടെ പാട്ട് പൊക്കോളും, അരി പുറത്ത് കൂടെ കിടക്കുകയും ചെയ്യും. അതിനാണ് നമ്മൾ അരിപ്പയെ പറ്റിയിട്ട് പറയാറുണ്ട്. ശ്രീരാമകൃഷ്ണ 2 തരത്തിലുള്ള അരിപ്പകളുണ്ട്. ഒന്ന് ഈ മുറം എന്നൊരരിപ്പ. അതിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുറ കൊണ്ട് ചേറിയാൽ, പഴയ കാലത്തൊക്കെ നമ്മുടെ അധികം മുറമുള്ളത്. അപ്പോൾ അതിലത്തെ ആ ചീത്തയൊക്കെ മുറത്തുനിന്ന് പുറത്തേക്കാണ് പോകും. എന്നിട്ട് നല്ല പട്ട് പോലുള്ള സാധനം ആ മുറത്തിൽ നിൽക്കും. ഇതൊരു സമ്പ്രദായമാണ്. ഇതിന് തന്നെ വേറൊരു സാധനമുണ്ട്, അത്ര തന്നെ ഗുണമില്ല എന്ന് പറയും ഞാൻ. അതിന് പേര് അരിപ്പ. അരിപ്പയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചീത്തയൊക്കെ അരിപ്പയിലേക്കും, കരടൊക്കെ നല്ല പൊടിയൊക്കെ പുറത്തേക്കും വരും. ഇങ്ങനെയാണ്. ഇപ്പം നമ്മളിൽ ഏതുപോലെ ആവണം എന്ന് പറയും ശ്രീരാമകൃഷ്ണർ. നമ്മൾ മുറം പോലെ ആവണം പറഞ്ഞു. വേണ്ടാതൊക്കെ പുറത്തേക്ക് പോയിട്ട് വേണ്ടതൊക്കെ ഉള്ളിൽ നിൽക്കണം. അപ്പം നമ്മൾ അരികെ വരും ഈ അരിപ്പ പോലെയാണ്. ഭാഗവതും ഗീതയൊക്കെ വായിക്കും. അതിലത്തെ തത്വജ്ഞുണ്ടല്ലോ, അതൊക്കെ അസല് സാധനമൊക്കെ പുറത്തേക്ക് കളയും. അതായത് ചപ്പും ചോറയും കഥമൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ചത് രാവണ അങ്ങനെയല്ലേ, ഹിരണ്യകശു അങ്ങനെ ഇതില്ലേ, കൃഷ്ണൻ 16,008 ഭാര്യമാരെ കല്യാണം കഴിച്ചത്, വേണ്ട ഇതൊന്നും അതൊക്കെ ചപ്പും ചോറും ഒക്കെ വലിച്ച് കളയേണ്ടതാ.
അത് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം തന്നെ പറയുന്നുണ്ട് ഈ കഥകളൊക്കെ പരമാർത്ഥമല്ലാന്ന് ഭാഗവതം പറയുന്നുണ്ട്. അത് വായിക്കില്ല, എന്നിട്ട് ഇത് വായിക്കും. അപ്പോൾ ഇവിടെ എന്ത് വേണം? ജ്ഞാന നിർധൂത കൽമഷങ്ങളൊക്കെ പോയിട്ട് ജ്ഞാനം അയാളുടെ ഉള്ളിൽ നിറയ്ക്കും. അയാൾക്ക് തത് നോക്കൂ, എന്നെ പ്രധാന കാര്യം പറയുന്നൂടെ, 4-5 കാര്യം പറഞ്ഞു. തത് ബുദ്ധയനാവണം, തത് ആത്മാനം, തന്നിഷ്ഠ, തൽപരായണ. അങ്ങനെയുള്ള ആൾ ഗച്ഛന്തി പോകുന്നു വെച്ചാൽ അവിടേക്ക് അടുക്കണു. ഇപ്പോൾ ഞാൻ ഗുരുവായൂർക്ക് പോകുക പറഞ്ഞാൽ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുകയാണല്ലോ അല്ലേ. ഇവിടെ ഇങ്ങനെയാണ് ഭഗവാന് പ്രസാദം അധികച്ഛതി എന്നുണ്ട്. 2 രാഗദ്വേഷ വിയുക്തസ്തു വിഷയാൻ ഇന്ദ്രിയശ്ചരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദം അധികച്ഛതി എന്ന് 2 ഓർമ്മ ഉണ്ടാവും. രാഗദ്വേഷങ്ങളില്ലാതെ ഇരുന്നാൽ അയാൾ മെല്ലെ എന്ത് ചെയ്യണു? ആ പ്രസാദത്തിലേക്ക്, അതായത് അനക്കമില്ലാസത്തിലേക്ക് അടുത്ത് വരുന്നു എന്നേ പറയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരലും പോകലൊന്നും ഇല്ലല്ലോ. പരമാത്മാവ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. ആ വാക്ക് അങ്ങനെ അടുത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. ഗച്ഛന്തി അതിന് പറയാതെ ജ്ഞാന നിർധൂത കൽമഷം എന്ന് പറഞ്ഞാൽ പാപം. കർമ്മം അത് ചെയ്ത പാപം, ചെയ്ത കാര്യം നന്നായില്ല എന്ന് തോന്നൽ. അയാൾക്ക് അങ്ങനെ തോന്നാനില്ല. അയാൾ ചെയ്തതൊക്കെ നല്ലതേ, അയാൾക്ക് തെറ്റ് തോന്നുകയില്ല. അങ്ങനെ അവിടെ സാധിക്കുമെന്ന് പറയണം. ഇതൊക്കെ ഈ ജ്ഞാന സന്യാസമുള്ള ആളെ വർണ്ണിച്ചു കൊണ്ടുവരുമ്പോൾ കൽമഷ അയാളുടെ അവസാനം കുറെ ഗംഭീരമായിട്ട് പറയണം. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ചൈവ ശ്വഭാകേച പണ്ഡിത സമദർശിന. വളരെ രസികൽ ശ്ലോകം. വിദ്യാ വിനയസമ്പന്നേ, വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളൊക്കെ. വിദ്യ കൊണ്ട് ഉണ്ടാവേണ്ടത് വിനയമാണ്. അതാണ് അയാളുടെ സമ്പത്ത് എന്ന വാക്ക്. വിദ്യാ വിനയസമ്പന്നെ. ഇന്ന് നേരെ വിപരീതം. വിദ്യ ഉണ്ടായാൽ പിന്നെ ഒട്ടും വിനയമില്ല എന്ന് മാത്രമല്ല, ഞാൻ മഹാകേവനാണ്, നിങ്ങളൊക്കെ മോശമെന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് സമ്പത്തല്ല ഉള്ളത്, എന്താ ഉള്ളത്? ദരിദ്രനാവുകയാണ്. കാരണം അയാൾക്ക് അവരെയൊക്കെ മോശമാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ താൻ താഴെ എന്തൊന്നാണോ പഠിച്ചത് അയാൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അയാളെങ്ങനെയാണ് സമ്പന്നനാവുക? അപ്പോൾ പണം ഉണ്ടെങ്കിൽ അതെനിക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടേ. വിദ്യ കിട്ടുന്നത് എന്തിനാ വെച്ചാൽ സമത്വം മനസ്സിലാക്കാനാണ്. അയാൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അയാൾ വിദ്യ കൊണ്ടറിയേണ്ടത് എന്താണ്? ഇത് കൊണ്ടറിയേണ്ടത് അറിയാതെ വിദ്വാനെ നടിക്കുന്നു ചിലർ. കുങ്കുമത്തിൻ്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം എന്നൊക്കെ. ഗർദ്ധവം എന്നാണ് വിളിച്ചിട്ടുള്ളത്. ശരിക്കും കഴുതയെന്ന് പറഞ്ഞില്ലാണ്ട് സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതെ, ശരിക്കും. കാരണം കഴുത അങ്ങനെയാണല്ലോ, അതിൻ്റെ മുകളിൽ നല്ല ചന്ദനം ആണ് വെച്ച് കെട്ടിയാലും ഇനി വിഴുപ്പ് കൊണ്ട് അതിൽ വെച്ച് കെട്ടിയാലും അയാൾക്ക് യാതൊരു ദിവസമില്ല. കാരണം അതിൻ്റെ വാസനയൊന്നും അതിനറിയില്ല. അതിൻ്റെ ഭാരം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അനവധി ആളുകൾ ഇവിടുത്തെ ഈ ബുദ്ധിജീവികളുണ്ടല്ലോ ഇപ്പോഴത്തെ കുറേ എണ്ണം. വാസലി കഴുതകളെ പല്ലാന്ന് പറയാറുണ്ട്. തലയിൽ ബുദ്ധി കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ടല്ലാണ്ട് അതിൻ്റെ യാതൊരു പ്രയോജനം അവർക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല. എന്തെങ്കിലും വേണ്ട അതൊക്കെ പറയും. അപ്പോൾ വിദ്യ അതുകൊണ്ട് എന്തൊരു രസഗീത എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്ര കേമാണ്. വിദ്യ ഉണ്ടെങ്കിൽ അപ്പം വിനയം ഉണ്ടാവും. വിനയം വെച്ചാൽ താഴ്മ. കാരണം ഞാൻ എല്ലാവരെക്കാളും ഈ ശരീരഭാവന അതങ്ങോട്ട് പോവുമല്ലോ അപ്പോൾ അയാൾ സമ്പന്നനായി. അയാൾ എന്ത് ചെയ്യുന്നു? ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചെയ്വ ശോഭാകേച്ച 5 പേര് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി, അല്ലാണ്ട് ഒരു ജാതിയല്ല, ഒരു വർണ്ണമാണത് പറഞ്ഞിട്ടുണ്ടോ. അത് മാത്രമല്ല, വർണ്ണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് തെറ്റിദ്ധാരണ അത്ര ഉറച്ചിരിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജയിക്കുന്ന ആളുടെ ബ്രാഹ്മണൻ എന്നാണ് ഇന്നും അങ്ങനെ ആളുകൾക്ക് വിചാരമുള്ളൂ, അല്ലാണ്ട് മറ്റത് അറിയില്ല. നേരെ 14 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഗുണകർമ്മ വിഭാഗശ, ഗുണങ്ങളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടുമാണ് ഈ 4 വർണ്ണങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനനം കൊണ്ടാണെന്ന് ഒരു ദിക്കിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഭാഗവതത്തിൽ പല ദിക്കിലും ക്ഷത്രിയന്മാരായി ജനിച്ച കൂട്ടർ ബ്രാഹ്മണരായതും ബ്രാഹ്മണനായി ക്ഷണിച്ച കൂട്ടർ വൈശ്യനായതിൻ്റെയും കഥ ധാരാളം ഭാഗവതത്തിലുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുന്നു. അപ്പം എന്തോ അറിയില്ല, അത്രയൊക്കെ കഴിഞ്ഞാലും പിന്നെ ഇപ്പോഴും നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു ബ്രാഹ്മണനായിരുന്ന ആളുടെ മകനായിട്ട് ജനിച്ചാൽ അയാൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ഒരു സംസ്കാരമെങ്കിലും ഇല്ല, അയാൾ ബ്രാഹ്മണനാണെന്ന ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. ഇതല്ല ബ്രാഹ്മണേ. ഗവ് അത് പശുവാണ്. പശു പരിശുദ്ധരുടെ സ്ഥാനം. ഹസ്തിനി ആന. എന്താ ഈ ആനയെ പറ്റി പറയാൻ കാരണം വെച്ചാൽ ഒട്ടും ബുദ്ധിയില്ലാത്ത ഒരു ജന്തുവായി ആന.
കാരണം എത്ര വലിയ ശക്തനാണ്. എന്നിട്ട് ഒരു ചെറിയ ഒരു ആനക്കാരൻ അടി ഇങ്ങോട്ട് പോകാനേ പറഞ്ഞാൽ ആന അങ്ങോട്ട് പോപ്പ് പേടിച്ചിട്ട്. കാരണം ആനയുടെ കണ്ണ് വളരെ ചെറുതാണ്. അതിൻ്റെ വിചാരം അത് വളരെ ചെറുതാണെന്നും ഇവരൊക്കെ വളരെ വലുതാണെന്നും എന്ന തോന്നലാണത്രേ. ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു പട്ടി ഇങ്ങനെ ആനയുടെ അടുത്തേക്ക് വന്നാൽ ആന പേടിച്ച് അങ്ങോട്ട് ഓടുക. ആനയ്ക്ക് പേടിയാണ്. കാരണം ഈ പട്ടി വളരെ വലുതാ തോന്നുന്നത് ആനയ്ക്ക്. ഇത് ഇത്രയേ ഉള്ളൂ എൻ്റെ തോന്നല്. എങ്ങനെയാലും ബുദ്ധിയിലാഞ്ഞിട്ടാണല്ലോ ഈ ആനക്കാരൻ്റെ പിന്നാണ് ആനക്കാരൻ പറഞ്ഞ കൂട്ടാക്കണത്. അപ്പോൾ ബുദ്ധി കുറവനാണ് ഹസ്തിനി എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധി, ജ്ഞാനം. ഗവി എന്ന് പറഞ്ഞാൽ ശുദ്ധം, അങ്ങനെ ഹസ്തിനി. പിന്നെ തീരെ ശുദ്ധിയില്ലാത്ത ആൾ, അതിനാണ് ശുനി, ഈ പട്ടി ചെയ്യുക. മാത്രമല്ല ഒരാളും കൂടി വന്നു ശോഭാകെ, ആ പട്ടിയെ വെച്ച് തിന്നണ ഒരുത്തൻ. ഇങ്ങനെ പലതരം ഇവരിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയുന്ന ആൾ. പണ്ഡിതൻ ഏത് പണ്ഡിത എന്താ അവിടെ വേർതിരിച്ചറിയണത്? ആത്മാവേത് അനാത്മാവേത്, പൂർണ്ണമേത് അപൂർണമേത്, നിശ്ചലമേത് ചലമേത്, ഇങ്ങനെ ദ്വന്ദ്ങ്ങളുണ്ടല്ലോ. വാസ്തവത്തിൽ തിരിച്ചറിയാനെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശ്രദ്ധിച്ച ശാസ്ത്രത്തിൻ്റെ രസമുണ്ട്. നിശ്ചലമേത് ചലമേത്, ചലിക്കുന്നത് ഏതെന്ന് അറിഞ്ഞാൽ തെറ്റാണ്. കാരണം നിശ്ചലമായ പിന്നെ എങ്ങനെ ചലിക്കുന്നുണ്ടാവുക? വയ്യല്ലോ. നിശ്ചലം ഒന്നേ വയ്ക്കുമല്ലോ. ഇത് വ്യാവഹാരിക സത്യത്തിന് വേണ്ടി പറഞ്ഞതാ. അല്ലാണ്ട് ഇപ്പോൾ പണ്ഡിതനെന്ന് പറഞ്ഞാൽ രണ്ടുണ്ടെന്ന് തോന്നുന്നിടത്തോളം കാലം പണ്ഡിതനല്ല. ഏകത്വം ഒന്നേയുള്ളൂ, പൂർണ്ണത വന്നിട്ടുള്ളൂ. അപ്പോൾ പണ്ഡിത, അതിന് ഒരു രസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് വളരെ രസമാണ്. സമദർശിന. അദ്ദേഹം എല്ലാവരിലും സമത്വമാണ് ദർശിക്കുകയുള്ളൂ, സമത്വമായിട്ട് പ്രവർത്തിക്കില്ല. ഞാൻ പറഞ്ഞ കഥ ഒരിക്കലും പറയാം. വീട്ടിലേക്ക് വിശക്കുന്ന ഒരു മനുഷ്യനും വിശക്കുന്ന ഒരു പശുവും വരുന്നു. എൻ്റെ കയ്യിൽ കുറച്ച് പുല്ലുമുണ്ട്, കുറച്ച് ചോറുമുണ്ട്. ഞാൻ ഇത് വായിച്ചിട്ട് പണ്ഡിത സമദർശന എല്ലാം ഒരുപോലെയാണ് വായിച്ചിട്ട് ഞാൻ ഈ ചോറെടുത്തിട്ട് പശുവിനും പുല്ലെടുത്തിട്ട് മനുഷ്യനും കൊടുക്കില്ല. അങ്ങനെ കൊടുത്താൽ അയാൾക്ക് വിവരില്ല എന്നർത്ഥം. ഞാൻ അതിൽ കാണുന്നത് രണ്ടു പേർക്കും വിശപ്പുണ്ടെന്നല്ല സമദർശനം. ഈ മനുഷ്യനും ഭക്ഷണമേ കഴിക്കാൻ വയ്ക്കൂ, പശുവിന് പുല്ലും കഴിക്കാൻ ഭക്ഷണവും ആവാം. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കണം. ഇങ്ങനെ വേർതിരിച്ചറിയട വിവേകമാണ് അവിടെ ഉള്ളത്. ഞാൻ പശുവിന് പുല്ല് കൊടുത്ത് മനുഷ്യന് ചോറ് കൊടുക്കുമ്പോൾ അതിൽ വിവേചനം അല്ലെങ്കിൽ നന്മതിന്മയൊന്നും ആലോചിച്ചിട്ടല്ല, ബുദ്ധി ആലോചിച്ചിട്ടാണ്. അപ്പോൾ അതാണ് സമത്വം. അല്ലാണ്ട് എന്തെങ്കിലും കാണിക്കില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പറയാം. വീട്ടിൽ ഒരു 2 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ഒരു 10-18 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ട്. അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, 10 ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഈ 10-18 വയസ്സായ ആൾക്ക് ഒരു 5-6 ഇഡ്ഡലി ഇടാൻ ഒരു പ്രയാസമില്ല. ഇവന് ഒരു 1-2 വയ്യ. ഈ വയസ്സ് കൊടുത്താണ്ടാവും. പണ്ഡിത സമദർശന പറഞ്ഞിട്ട് 4 ഇഡ്ഡലി ഈ ചെറിയ കുട്ടിക്കും 4 ഇഡ്ഡലി, അയാൾക്ക് വിശപ്പ് മാറില്ല. ഇതിന് സൂക്കട് പിടിക്കുകയും ചെയ്യും, അജീർണം പിടിക്കും, അതിന് തിന്നില്ല. അപ്പോൾ ഇത് അവിടെ എന്താ പറയുക, വിദ്വേഷമോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അല്ല, അത് വിപരീതം അല്ലെങ്കിൽ അതിനോടുള്ള എന്താണ് വ്യത്യാസം വ്യത്യാസമല്ല അവിടെ. 2 വ്യത്യാസമല്ല, ആ വാക്കാണ് വ്യത്യാസമല്ല, വിവേക. അപ്പോൾ ഈ ജ്ഞാനി പരമമായ വിവേകമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തില്ല? വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശോഭാകേച പണ്ഡിത സമദർശിന. എത്ര രസമെന്നൊക്കെ നോക്കാം. ഇവിടെ 4 തരത്തിലുള്ള വിശേഷ അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട് വികാൻ സ്വാമി. ക്ഷേത്രത്തിലൊക്കെ പോയാൽ പ്രത്യേകിച്ചും കാണാം, എല്ലാ ദിക്കിലുണ്ട്. 1 ശക്തൻ, ശാരീരികമായ ശക്തിയുള്ള ആളുണ്ടെങ്കിൽ അപ്പോൾ അയാൾ മറ്റവരെ ഇടിക്കും, ഇല്ലെങ്കിൽ അപ്പോൾ പേടിച്ചിട്ട് മാറിക്കുള്ളൂ അയാൾക്ക്. അത് മൃഗീയതന് അവിടെ. 2ാമത്തെ ആൾ ഉള്ളത് പണം കുറച്ചധികം ഉണ്ട്, ധനികനാ. അപ്പോൾ വലിയ സിൽക്കൊക്കെ പൊതിച്ചിട്ട് അപ്പോൾ മുമ്പിൽ 4 ആളുണ്ടോ, പിന്നിൽ 4 ആളുകൾ കെട്ടണമല്ലോ. അതൊക്കെ വരുമ്പോൾ അയാൾക്ക് ചിലവർ പറയാം. പക്ഷേ അത് അതിലേറെ മോശമാണ്. അതിലും മോശമാണ് ഇനി വരുന്നത്. അതെന്താ വെച്ചാൽ നല്ല പഠിപ്പുള്ള ആൾ, വിദ്വാനാ. അപ്പോൾ അയാൾക്ക് ഹൃദയം
വിദ്വാനാകുമ്പോൾ ഇവിടെ വിദ്വാൻ സമദർശനാണെന്നാ പറഞ്ഞു. അയാൾക്ക് തീരെ സമദർശനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിദ്വാനയാൾ? ആ വിദ്വത്വം കൊണ്ട് അയാൾക്ക് ചില പ്രത്യേകതാവകാശം, വിശേഷാവകാശം. ഇത് മൂന്നും സ്വാമി പറഞ്ഞത് സഹിക്കാമെന്നാ. നാലാമതൊരു കൂട്ടരും ഞങ്ങൾ അധ്യാത്മന്മാരാണ്, ഈശ്വരനെ അറിയുന്നവരാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിശേഷാവകാശമാണ്. ഇത് നീചമാണെന്നാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. നീചം. കാരണം എല്ലാം ഈശ്വരനാണെന്ന ഒരാൾക്ക് പിന്നെ ആൾക്ക് അങ്ങനെ ഒരു വിശേഷാവകാശം ഉണ്ടാവുക ഉണ്ടെങ്കിൽ തന്നെ സ്വാമി പറയണു ഒരവകാശമേ നമുക്കൊക്കെ ഉള്ളൂ, ഒരു എല്ലാവർക്കും ഉള്ളത്. അതെന്താ വെച്ചാൽ ഈശ്വരൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഈ ലോകത്തിനെ സേവനം ചെയ്യുക, ഇതാണ് എല്ലാവർക്കുമുള്ള ഒരു അവകാശം. ഇന്ന് ആ അവകാശം ആരും ചെയ്യാറില്ല. അവകാശം വെച്ചാൽ കർത്തവ്യം എന്നർത്ഥമാണ്. ഇവിടെ മലയാളത്തിൽ വ്യത്യാസമുണ്ട്. കർത്തവ്യമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളുടെ അവിടെ അങ്ങോട്ട് ഇതൊന്നും മാറുന്നില്ല. കാരണം അജ്ഞാന ആവൃതം എന്നല്ലേ, അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ ഒരു വരാനേ പാടില്ല. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തെന്ന്, സമദർശിന. ഇനി ഇവിടെ ഈ സമപ്രവർത്തനം പാടില്ല, സമദർശനേ പാടുള്ളൂ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാഗവതിൽ സത്യം എന്താ ചോദിക്കുമ്പോൾ പറയുന്നു സത്യം ച സമദർശനം. സത്യം എന്ന് പറയുന്നത് സമദർശനം, സമപ്രവർത്തനം എന്നുള്ളത് ഈ ലോകത്ത് നടക്കില്ല. അങ്ങനെ വയ്യ, എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ വയ്യ. കാരണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ശ്ലോകത്ത് ചെല്ലാന്നല്ലാണ്ട് എന്നും വ്യത്യാസം ഇവിടെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ മറ്റേത് അല്ല, അങ്ങനെ സംഭവിച്ചാൽ അവിടെ ജീവിക്കാൻ ഒരു സുഖമില്ല. എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക സ്വാമികൾ? ഇവിടെ ഈ ദ്വന്ദ്വം ഉണ്ടാവേണ്ട ജീവിതത്തിൻ്റെ സുഖം തന്നെ. ജീവിതം ഉണ്ടാവാൻ തന്നെ ദ്വന്ദ്വം കൊണ്ടാണ്. അപ്പോൾ ദ്വന്ദ്വം ഇല്ല എന്നല്ല പറയണത്. ദ്വന്ദ്വം എവിടെ അറിയുള്ളൂ അധികം. അത് അതിൻ്റെ ഈ ദ്വന്ദ്വം ഉണ്ടാവുന്നത് സമത്വത്തിൻ്റെ മുകളിലാണെന്നാ. സമത്വത്തിന് മുമ്പിലാണ് ദ്വന്ദ്വം. അല്ലാണ്ട് ദ്വന്ദ്വത്തിന് തന്നെ നിൽക്കാൻ വയ്യ. രണ്ടെണ്ണം ഉണ്ടാവണമെങ്കിൽ അത് നിൽക്കാൻ മൂന്നാമതൊരു സ്ഥലമാണല്ലോ. അതാണല്ലോ അതിൻ്റെ. അപ്പോൾ അതിലെ കേമൻ. അപ്പോൾ ഇവിടെ നിർദ്വന്ദ്വം എന്നൊക്കെ മുമ്പ് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെയാക്കാൻ പോവാണ്. മെല്ലെ മെല്ലെ ഭഗവാൻ നമ്മളെ പലതരത്തിൽ ഇവിടെ അവസാനിക്കാൻ പോവാണ് ഈ കർമ്മയോഗേ. അപ്പോൾ വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ചൈവ ശ്വഭാകേച്ച പണ്ഡിതാഹ സമദർശിന. അവർ സമദർശികളായിരിക്കും. ഇത് നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. മഹാത്മാക്കളൊക്കെ അങ്ങനെയായിരുന്നു. അവർക്ക് ഒരാളോട് പ്രത്യേക മമതയില്ല, ഒരാളുടെ ദേഷ്യമില്ല. വേണ്ട ആളുകൾക്ക് വല്ലത് ചെയ്തു കൊടുക്കും, മറ്റൊന്നും പറയില്ല. അങ്ങനെ സാധിക്കുന്നു. അങ്ങനെയുള്ള ആള് പറയണു. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ ജീവൻ മുക്തനെ എന്ന് പഠിപ്പി. ഈ 15-ാം അധ്യായം മുഴുവനും ജീവൻ മുക്തനെ പറ്റി പറയണം. ജീവൻ മുക്ത അവസ്ഥ. ഇതേ കാര്യം 2 സ്ഥിതപ്രജ്ഞനെ പറയുമ്പോൾ പറഞ്ഞിറക്കുന്ന ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ കാര്യം 9 ഭക്തനെ പറ്റി പറയുമ്പോൾ അവിടെ വരും. 14 ഗുണാതീതനെ പറ്റി പറയുമ്പോൾ അതും അവിടെ വരും. 15 ഇതൊക്കെ കൂടി ആദ്യം ആവർത്തിച്ചിട്ട് പുരുഷോത്തമൻ ആരാന്ന് അവിടെ പറയും. പക്ഷെ പലതരത്തിലാണ്. എങ്കിലും ഏറ്റവും മേലെ എന്ന് പറഞ്ഞത് അങ്ങനെ പറയാൻ വയ്യെങ്കിലും നമുക്ക് തോന്നുന്നത് ഗീതയുടെ ആദർശ പുരുഷൻ ഈ സ്ഥിതപ്രജ്ഞനാണ്. ഭക്തനും ജീവൻമുക്തനും ഗുണാതീതനും പുരുഷോത്തമനും ഒക്കെ ഉണ്ടെങ്കിലും ആദർശ പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ. അതിലില്ലാതെ അതിലുള്ളത് ൻ്റെ ഓരോ ഭാഗം ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ പൂർണ്ണ എന്ന് പറയുക. അതവിടെ പൂർണ്ണമാണ്. അതുകൊണ്ടാണ് അവസാനം ബ്രഹ്മനിർവാണം ഉച്ഛതി, അദ്ദേഹം ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നവിടെ പറഞ്ഞതൊക്കെ. ഇഹൈവ തേർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിത. ഇഹൈവ വെച്ചാൽ ഇവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ, അതെങ്കിൽ ഈ ദ്വന്ദ്വത്തിൻ്റെ അനുഭവമുള്ള സംസാരത്തിൽ വെച്ച് തന്നെ ഇഹൈവ തേഹേ ജിത, അവരെ ജയിച്ചിരിക്കുന്നു. ജയിക്കുക വെച്ചാൽ മറ്റേ ഈ ജയിക്കുമ്പോൾ കൊല്ലല്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു രാജ്യം മറ്റേ രാജാവ് പിടിച്ചാൽ ആ രാജ്യം നശിക്കണമെന്നില്ല, അവിടെ ഉണ്ട്. അതിൻ്റെ ആധിപത്യം മറ്റാൾക്കായി. അതാണ് ജിത. കാമത്തിനെ ജയിച്ചാൽ പോരാ. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യം ശക്തനായിട്ട് പിന്നെയും വരും. അതുകൊണ്ട് 3 കാമത്തെ പറ്റി പറയുമ്പോൾ എന്ത് പറഞ്ഞിരുന്നു? ഓരോ ജഹിശത്രു മഹാബാഹോ, കാമത്തിനെ കൊല്ല് എന്നാ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഇവിടെ അങ്ങനെയല്ല, ജയിക്കുന്നു എന്നാ പറഞ്ഞിട്ടുള്ളൂ. കാരണം വ്യത്യാസം ഉണ്ട് എന്നോട്ട്. കാമത്തിനെ കൊന്നില്ല അവരിക്കുക, അവൻ പിന്നെയും വന്നിട്ട് ആദ്യം ശക്തനാവും. ഇപ്പം ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ജിത എന്നേ പറഞ്ഞുള്ളൂ, ജയിക്കുക. സർഗോ, അതായത് ഈ സർഗത്തിനെ
എന്തൊരു ഗംഭീരതയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സർഗം എന്താ അർത്ഥം? പ്രകടാവുക. സൃഷ്ടി സർഗം പ്രകടാവുക. അതിനെ ജയിക്കുകയെ വയ്ക്കൂ, കൊല്ലണ്ട. കൊന്നാൽ പിന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇല്ലാണ്ടേ പിന്നെ ഇവിടെ എന്താണുള്ളത്? അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സൃഷ്ടി ഇതാണ് ഈശ്വരൻ, അത് അതിൻ്റെ സ്വഭാവമാണ്. അതിനെ നീ അതിൻ്റെ അധീനത്തിലാവണ്ട, അത് നിൻ്റെ അധീനത്തിലാവുക. മനസ്സിലാവണേ പറയുന്നത്? ഇഹൈവ വെച്ചാൽ ഈ സർഗത്തിൽ സൃഷ്ടിയിലിരുന്നിട്ട് തന്നെ വേണം സൃഷ്ടി ജയിക്കാൻ. സൃഷ്ടി തന്നെ തീരില്ല, പരമജ്ഞാനിയെ വയ്ക്കുക. പിന്നെ ആരെ ജയിക്കണം? ജയം തോൽപ്പൊന്നുമില്ല. ഇഹൈവ തേർജിത സർഗോ ആരുടെ യേഷാം സാമ്യേ സ്ഥിതം മന. ആരുടെ മനസ്സാണോ സമതയിൽ നിൽക്കുന്നത് അയാൾക്ക് സർഗമില്ല. എത്ര പ്രാവശ്യ ഭഗവാൻ പറയുന്നത്. മനസ്സാണ് പുതിയ സൃഷ്ടി ഉണ്ടാക്കുന്ന ആള്. മനസ്സാണ് സൃഷ്ടിക്കുന്ന ആളൊക്കെ. മനസ്സ് സാമ്യ ചില സാമായിയല്ലോ. അതായത് മനസ്സ് സാമാവുക വെച്ചാൽ മനസ്സില്ലാണ്ടാവുക എന്നർത്ഥമാണ്. അല്ലാണ്ടേ മനസ്സ് സമായിട്ട് നിൽക്കുക വെച്ചാൽ അങ്ങനെ മനസ്സില്ല. മനസ്സിന് എപ്പോഴും എന്താ അനുസ്യൂതമായ സങ്കല്പങ്ങളുടെ പ്രവാഹത്തിൻ്റെ പേരാണ് മനസ്സ്. അപ്പോൾ അതെങ്ങനെയാണ് നിൽക്കുക? ഇവിടെ സാമ്യ എന്ന് പറയുള്ളൂ. സമാവുക വെച്ചാൽ അങ്ങനെ തോന്നുകയുണ്ടായിട്ടുള്ളൂ. സാമ്യ സ്ഥിത മന അല്ല അല്ലേ? അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയുമ്പോൾ ഞാൻ കൊടുത്ത് പറയണം. പ്രജഘാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനതുഷ്ടസ്ഥിത പ്രജ്ഞസ്തോച്ചത എന്നാണ് ആദ്യത്തെ ശ്ലോകം. ശ്രദ്ധിച്ചു നോക്കൂ. എന്താണത്? എന്താ ആദ്യത്തെ ശ്ലോകം? പ്രജഘാതി പകർഷേണ കൊല്ലുന്നു. അതെ, യഥാ കാമാൻ സർവാൻ എല്ലാ കാമങ്ങളെയും. എങ്ങനെയുള്ളത്? മനോഗതാൻ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാമങ്ങളെ അപ്പപ്പ അതിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ സ്ഥിതപ്രജ്ഞസ് ആത്മന്യേവ ആത്മനതുഷ്ട. ഇത് നെഗറ്റീവാണ്. പോസിറ്റീവ് എന്നാണ് ആത്മനിയേവ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നു. അയാളെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഗീതാ ശ്ലോകം ശ്രദ്ധിക്കാഞ്ഞാൽ വളരെ വിഷമമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? സ്ഥിതപ്രജ്ഞനായാലും മനസ്സിലേക്ക് കാമം വരുന്നതാണല്ലോ വരുന്നത്. എപ്പോൾ കാമം വരുമോ അപ്പൊക്കെ അതിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ കാമം ഇനി വരുന്ന സ്ഥലേ സ്ഥിതപ്രജ്ഞ കാഭ അല്ല പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതിനെയൊക്കെ അപ്പപ്പ കൊല്ലിടും. അപ്പോൾ മനസ്സിൽ എപ്പോഴും കാമം ഉണ്ടാവുന്നുള്ള വളരെ വ്യക്തത ഇല്ല. കാമം തീരെ വരില്ല, തീരെ കാമമില്ലായിരിക്കുക. അവനെ ആൾക്ക് മനസ്സില്ല. ഇത് ഏകാദശിയിലെ ഹംസ ഗീതം എന്ന ഒരു ഇതുണ്ട്. 23-ാമത്തെ അധ്യായം അവിടെ അല്ല 13-ാമത്തെ അധ്യായം. അതിൽ ബ്രഹ്മാവ് ചോദിക്കേണ്ട കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ബ്രഹ്മാവ് പറയും ഈ സനകാദികളോട്, ഈ ത്രിഗുണങ്ങളെ കൊണ്ടാണ് മനസ്സുണ്ടാക്കിയത്. ആ 3 ഗുണങ്ങളും അകന്നാൽ മനസ്സ് ശുദ്ധമാവും. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും എന്നേ പറഞ്ഞു കൊടുക്കുകയും. അപ്പോൾ അവർ വളരെ ജ്ഞാനികളാണ്, വിവരമുള്ളവരാണ്. അപ്പം നമുക്കത് ചോദിച്ചാൽ പ്രശ്നമില്ല. 3 ഗുണങ്ങൾ മനസ്സ് 3 ഗുണങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയത്. ആ 3 ഗുണങ്ങളും മനസ്സിന്ന് പോയാൽ മനസ്സ് ശുദ്ധവും. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കേട്ടാൽ കാര്യം ശരിയാകും. 3 ഗുണങ്ങളും ഇല്ല. എന്താ 3 ഗുണങ്ങൾ? രജസ്, തമസ്, സത്വം. ഇത് 3 അങ്ങോട്ട് ഇല്ലാണ്ടായാൽ മനസ്സ് ശുദ്ധമായി. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ സൃഷ്ടിയുടെ കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അവർ ബ്രഹ്മാവിനോട് അങ്ങോട്ട് ചോദിച്ചു, ഇതെന്തായി പറയുന്നത്? 3 എണ്ണം കൂടിയിട്ട് ഉണ്ടാക്കിയതാണല്ലോ ഈ മനസ്സ്. അത് 3 അങ്ങോട്ട് ഇല്ലാണ്ടായാൽ പിന്നെ എങ്ങനെയാണ് മനസ്സുണ്ടാവും അവിടെ? പിന്നെന്താ ശുദ്ധാവണം? അപ്പോൾ കാപ്പിപ്പൊടിയും പഞ്ചസാരയും പാലും കൂടിയതാണ് കാപ്പി. അത് 3ഉം അങ്ങോട്ട് ഇല്ലാണ്ടായാൽ അത് നല്ല കാപ്പിയാവും എന്ന് പറഞ്ഞാൽ പറ്റുമോ? അങ്ങനെ സാധിക്കുക? അങ്ങനെ പയ്യലെന്ന് വെച്ചു. അപ്പോൾ ബ്രഹ്മാവിന് കാര്യം ശരിയാ തോന്നി. ഇതിന് ഉത്തരം പറയാൻ വയ്യ. കാരണം ശരിയല്ലേ, 3 ഗുണങ്ങളുണ്ട്. അവ 3ഉം മാറിയ അപ്പോൾ ശുദ്ധാവുന്ന എങ്ങനെയാണ് പറയുക? മനസ്സില്ലാണ്ടേ വല്ലയില്ലാവുക എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ബ്രഹ്മാവിന് അതിന് ഉത്തരം പെട്ടെന്ന് പറയാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു മഹാത്മാവ് അതിലേ വരിക. അതേനെ ഒരു ഹംസൻ എന്ന് പറഞ്ഞാൽ പാലും വെള്ളവും മാറി വേർതിരിച്ച് എടുക്കാൻ സാധിക്കുന്ന ആളെന്ന് അർത്ഥമാണ്. അപ്പോൾ ഇദ്ദേഹം ഇവരെ കണ്ടപ്പോൾ ഈ സനകാദി മനുഷ്യർക്ക് വളരെ മഹാത്മാവാ തോന്നി. എന്നിട്ട് ചോദിച്ചു, കോ ഭവാൻ, അവിടുന്ന് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എടുത്ത വാക്കിന് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ പ്രേമജ്ഞാനികളല്ലേ? ഈ സനകാദികൾ
നിങ്ങൾക്കറിയില്ലേ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്? മരുതൊക്കെ വെറും സങ്കല്പം നിശ്ചയുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പം നിങ്ങളാരാ? ആത്മാവ്. ഞാനോ? ആത്മാവ്. പിന്നെ എന്താ എന്നോട് നിങ്ങളാരാ ചോദിച്ചു? നിങ്ങളൊരു വിവരമില്ലാത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത് ശരിയില്ലല്ലോ. ആത്മാവാണോ നിങ്ങൾ ആരാ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ആത്മാവേ ഇവിടെ ഉള്ളൂ എന്ന്. എന്നിട്ട് ഇപ്പം ഞാൻ ആരാ ചോദിക്കണത് എന്താ? അപ്പോൾ അവർക്കൊരു കാര്യം ശരിയാണല്ലോ ചോദ്യം. അപ്പോൾ നിങ്ങളൊരു പക്ഷം ഒരു പറയും ഞങ്ങളത് ചോദിച്ചിട്ടല്ല, നിങ്ങളുടെ ശരീരം എന്താ എന്നാ അന്വേഷിച്ചതാണ് എന്നുണ്ടെങ്കിൽ അതും ശരിയല്ല. കാരണം എൻ്റെ ശരീരം ഭൂതങ്ങളുണ്ടാക്കിയതാണ്, നിങ്ങളുടെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ശരീരത്തെ പറ്റിയാൽ ചോദിക്കുക, അതിനും ചോദിക്കാൻ പാടില്ല. ശരീരം നിങ്ങളുടെ പഞ്ചഭൂതകം നിർമ്മിതം, എൻ്റെ അതെ. ആത്മാവ് നിങ്ങളുടെ ഒന്ന്, എൻ്റെ ഒന്ന്. പിന്നെ എന്താ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് ഇത്ര വിവരം ഉണ്ടായിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ചോദിക്കേണ്ടി വരുന്നില്ല തോന്നി അബ്ദം. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചോദിച്ചില്ലേ, അതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഈശ്വര സ്വരൂപം തന്നെ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രഹ്മാവിന് ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്ന് ലേശം വിട്ടിട്ടുണ്ട്. അതിനെ അറിയാഞ്ഞിട്ടില്ല, ആ നിലയിൽ നിൽക്കൊണ്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ അതിന് വിട്ടാണല്ലോ ഈ ഹംസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ വാക്കിലെ ഈ വാക്കുപയോഗിച്ചാലേ ലേശ വ്യത്യാസമുള്ളൂ. 3 കാര്യങ്ങൾ കൂടിയതാണല്ലോ മനസ്സ്. അത് 3ഉം ഇല്ലാതെയായാൽ മനസ്സ് ശുദ്ധമാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിന് പറഞ്ഞൊരിക്കും. കാരണം മനസ്സിലാവുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു മനസ്സ് വേണമല്ലോ അല്ലേ? 3 അങ്ങോട്ട് പോയാൽ അപ്പം നിങ്ങൾ ചോദിച്ചത് 3 പോയാൽ പിന്നെ മനസ്സില്ലല്ലോ എന്നാ ചോദിക്കുക. ശരിയാ, 3 പോയാൽ മനസ്സില്ല. മനസ്സില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലേറെ പരിഭ്രമം തോന്നും. പിന്നെ എങ്ങനെയാണ് മനസ്സിലാവുക? മനസ്സില്ലാണ്ട് മനസ്സിലാവുക. അങ്ങനെയല്ല ഈ പറഞ്ഞ അർത്ഥം. 3ഉം അതെന്ന് പോയാൽ മനസ്സ് ശുദ്ധമാവുക വെച്ചാൽ അർത്ഥം മനസ്സില്ലാണ്ടേ ആവുക എന്നാണ് അർത്ഥം. അത് സാമാന്യക്കാരന് മനസ്സിലാവില്ല, നിങ്ങൾക്ക് പോലും മനസ്സിലായില്ല. അപ്പോൾ ആ മൂന്ന് ഈ പ്രകൃതിയിൽ 3 എനർജി അത്രേ ഉള്ളത്. ആ 3ഉം ഇല്ലാണ്ട് ആയാൽ അപ്പോൾ പിന്നെ എന്താണ് പ്രകൃതി ശുദ്ധമാവും എന്ന് പറയുക. പിന്നെ പ്രകൃതി ഉണ്ടാവില്ലല്ലോ. ഈ 3 എനർജിയും ഇവിടെ പിന്നെ എന്താ ഉണ്ടാവണം? 3 എനർജി കൊണ്ടാണ് ഈ പ്രകൃതി ഈ ലോകത്തിനെ ഉണ്ടാക്കിയുള്ളത്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ഇത് 3ഉം ഇല്ലാണ്ട് ആയാൽ പിന്നെ എന്താ ഏത് ശാസ്ത്രജ്ഞനെ പറയാൻ പറ്റില്ല. അപ്പോൾ വാസ്തവത്തിൽ പിന്നെ പ്രകൃതിയൊന്നും ഇല്ല, അത് സങ്കല്പമായിരുന്നു ബോധ്യപ്പെടുന്നതായി പറയണത്. അതായത് ശുദ്ധമായി പറയുക. അത് തന്നെയാണ് പറയുന്നത്. ഇഹൈവ അല്ലേ ഇപ്പോൾ നമ്മൾ ചൊല്ലിയത്? ഇഹൈവ തർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതമന. സമത്വം എന്ന് പറഞ്ഞാൽ നിർദോഷം ഹി സമം ബ്രഹ്മ. ദോഷമില്ലാത്ത സമതയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതായത് പൂർണ്ണതയാണ്. തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിത. അവരെവിടെയാണ് നിൽക്കണത്? ബ്രഹ്മത്തിൽ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിലൊക്കെ അങ്ങനെയല്ല, അല്ല ഭാഷയിൽ അങ്ങനെ ഓർക്കും. അത് നിൽക്കുക ഇരിക്കുകയൊന്നും ഇല്ലല്ലോ. ബ്രഹ്മ ആവുക എന്നല്ല, അതും വയ്യ. ആവുക പറയാൻ പറ്റാത്തൊരു സാധനം. ഇവിടെ ബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അയാൾക്ക് സ്വാനുഭവമാവും. പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പല അനുഭവങ്ങളും പറഞ്ഞു തരാൻ വയ്യ. അപ്പോൾ എനിക്ക് വിശപ്പുണ്ടെന്നുള്ളത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരിക? നമുക്ക് മനസ്സിലാവും. എൻ്റെ ആ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഇങ്ങനെ കാണിക്കുന്ന നാവുകൊണ്ട് പറയുമ്പോൾ മനസ്സിലാവും. വിശപ്പൊന്ന് കാണിച്ചു തരില്ല. മനസ്സിൻ്റെ ഭാവം പോലും കാണിച്ചു തരാൻ വയ്യ, ബുദ്ധിയുടെ ഭാവം ഒട്ടും വയ്യ. ഇത് മനസ്സിനും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അതീതമായ ബോധത്തെ പറ്റിയാണ് പറയുന്നത്. ആ ബോധം ഉണ്ടാവേണ്ട അതൊക്കെ ഉണ്ടാവുന്നത്. അതെങ്ങനെയാണെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് പറയുന്നു ഇഹൈവ, ഇവിടെ തന്നെ ത്വയ് അവർ ജിത ജനിച്ചിരിക്കുന്നു. ഏത്? സർഗം, അതായത് സൃഷ്ടിയെ. ആരുടെ? യേഷാം സാമ്യ സ്ഥിതമന. ആരുടെ മനസ്സാണോ സാമ്യത്തിൽ വെച്ചാൽ മനസ്സില്ലാതെ ആയിരിക്കുന്നു എന്നർത്ഥം. അല്ലാണ്ട് മനസ്സ് സമതയിൽ നിന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ പറഞ്ഞ ചോദ്യം വരും. സമതയില്ല അവിടെ ആൾക്ക്. കാരണം നിർദോഷം ഹി, അവർക്ക് രണ്ടില്ല. സമം ബ്രഹ്മ. തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിത. അവർ ബ്രഹ്മത്തിലാണ് നിൽക്കുന്നത്. ഈ സമത എന്നുള്ള ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമത എന്ന് വെച്ചാൽ വിസമത എന്നുണ്ട്, വിഷമത ഉണ്ടല്ലോ, സമല്ലാത്തത്. അതേ ഉള്ളൂ. സമത എന്നുള്ളത് വിഷമത ഉണ്ടായതാ, സമത ഉള്ളതാ. വളരെ വ്യത്യാസം മനസ്സിലാവുന്നല്ലോ. ഉണ്ടായതും ഉള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉള്ളത് ഒന്നേ ഉള്ളൂ, അത് സമതയാണ്. അതിന് ഒരു പേരില്ല വസ്തുവിൽ. ഈ രണ്ടാമത് വിഷമത ഉണ്ടാവുകൊണ്ടാണ് സമത എന്ന് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സമതയ്ക്ക് പറയാനില്ല, എപ്പോഴും സമത തന്നെയുള്ളൂ. ഏതുപോലെ ആത്മാവേ ഉള്ളൂ. ആ ആത്മാവിൽ സങ്കല്പം കൊണ്ടാണ് ഈ പ്രകൃതി. വ്യാവഹാരിക സത്യം നമ്മുടെ തോന്നല വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ്. പ്രാതിഭാസികം അതിലും താഴെ, അതും തോന്നലാണ്. വാസ്തുത എന്തേ ഉള്ളൂ?
പാരമാർത്ഥിക സത്യമുള്ളൂ. പക്ഷെ പാരമാർത്ഥിക സത്യത്തിലൊരു ബുദ്ധിമുട്ടുള്ളത് അവിടെ വ്യവഹാരമില്ല. നമുക്ക് ഇപ്പം ഞാൻ ഈ പറയണമല്ലോ, നിങ്ങൾ കേൾക്കുക ഒക്കെ വേണമല്ലോ, അല്ലെങ്കിൽ എന്താ ഒക്കെ പാരമാർത്ഥിക സത്യം പറഞ്ഞാൽ ഞാനും മിണ്ടാണ്ടിരിക്കാം, നിങ്ങളും മിണ്ടാണ്ടിരിക്കുക വെച്ചാൽ നാവ് കൊണ്ട് മിണ്ടാണ്ടിരിക്കാം, മനസ്സ് നൂറെണ്ണം പറയുമ്പോൾ അല്ലേ? അപ്പം അത് സാധിക്കില്ല. ഇവിടെ ജീവിതത്തിൽ ആവശ്യമാണ് അവർ സാമ്യേ എന്ന് പറഞ്ഞാൽ സമതയിൽ. സമത എന്താണെന്നുള്ളത് ഒരിക്കലും ഓർമ്മപ്പെടുത്തണം. എന്താ അത്? യോഗസ്ഥക്കുരു കർമാണി സംഘം ത്യക്തുവാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. എന്താണ് സമത്വം? കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, രണ്ടായാലും മനസ്സിന് ചലനമില്ലാതിരിക്കുക, അതാണ് ഏത് സമത. അതന്നെയാ ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയുന്നതും സമത എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. കാരണം അവർ ആ ബ്രഹ്മണി സ്ഥിത എന്നാ പറഞ്ഞോളേ, ബ്രഹ്മത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താ? പൂർണ്ണമാണ്. അത് സമാണല്ലോ. ചലനമില്ല, ചലനം ഉണ്ടായിട്ടേ ഇല്ല. ചലനം എന്ന് തോന്നൽ ഒരു സങ്കല്പമാണ്. ചലനം ഉണ്ടാവില്ല. പൂർണ്ണത്തിൽ എങ്ങനെ ചലിക്കുക? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിറകുടം തൊളുമ്പില്ല എന്ന് പറയാറുണ്ട്, ഇല്ലല്ലോ. നിറകുടം എങ്ങനെ തൊളുമ്പുക? പകുതി എന്തെങ്കിലും ഇല്ലേ? പൂർണ്ണത വന്നാൽ സാധിക്കില്ല. ഈഹൈവ തേർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണിതേ സ്ഥിത. ന പ്രകൃഷ്യൽ പ്രിയം പ്രാപ്യ നോദ്വിജൽ പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധി സമ്മുടോ ബ്രഹ്മണി സ്ഥിത. വീണ്ടും പറയണു, പലതരത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്താനും വരും. ന പ്രകൃഷ്യൽ പ്രിയം പ്രാപ്യ, എന്തെങ്കിലും പ്രിയം എന്ന്, ഈ പ്രിയം അപ്രിയം എന്നുള്ളതും മനസ്സിൻ്റെ തോന്നലാണ്. എനിക്ക് പ്രിയമായത് നിങ്ങൾക്ക് അപ്രിയാവാം, നിങ്ങൾക്ക് അപ്രിയമായത് എനിക്ക് പ്രിയാവാം. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. എന്തായാലും പ്രിയം വന്നാൽ സന്തോഷമില്ല. ന പ്രാപ്യ പ്രിയം പ്രാപ്യ ന ഉദ്വിജയൽ പ്രാപ്യ ച അപ്രിയം. എനിക്കിഷ്ടമില്ലാത്തത് കിട്ടിയാൽ ഉദ്വേഗം. ഉദ്വേഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിട്ടൊന്നും അറിയില്ല. അതെ, ഉദ് ച മേലോട്ട്, വേഗം എന്ന് പറഞ്ഞാൽ സ്പീഡ്. അപ്പോൾ സ്പീഡിൽ ഇങ്ങനെ വരിക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശ്വാസമാണത്. ഇപ്പോൾ പരിഭ്രമോ ദുഃഖമൊക്കെ വന്നാൽ ശ്വാസം വേഗമാവുമല്ലോ, അങ്ങനെ ഈ സമയമല്ലോ, അതാണ് ഉദ്വേഗം. അത് വരാൻ കാരണം മനസ്സ് സ്ഥിരമല്ലാണ്ടി മനസ്സിൻ്റെ ഒഴുക്കിൽ ഒരു തടസ്സം വരിക. അപ്പോൾ അതിനെ ചാടി അങ്ങോട്ട് പറയുമല്ലോ വെള്ളം, അത് വലിയ ഉദ്വേഗം ഉണ്ടാകും. അപ്പോൾ ന പ്രകൃഷ്യൽ പ്രിയം പ്രാപ്യ നോ ഉദ്വിജൽ പ്രാപ്യ അപ്രിയം. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാലേ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് സാധിക്കുമോ ജീവിതത്തിൽ? നമുക്ക് വിഷമം തോന്നും, അതിനില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതെപ്പോഴാണ് അറിയോ? ഞാൻ ഈ ശരീരമല്ല മനസ്സുമല്ല ബുദ്ധിയല്ല എന്ന് സ്വയം അനുഭവം വന്ന ആൾക്കേ ഇത് സാധിക്കുള്ളൂ. അതെ, നമ്മൾ പരിചയം ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പിടിയില്ല നമ്മൾ. അതൊന്ന് ഞാനാ മനസ്സ് ഞാനാ ബുദ്ധി എന്നാ വിചാരം. എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയെന്ന് തോന്നണേയില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനാണ് എന്ന്, എൻ്റെ കീഴിലാണെന്ന് എപ്പോൾ വന്നു അപ്പോളേ ഈ പറഞ്ഞത് സാധിക്കുള്ളൂ. അതുവരെ സാധിക്കില്ല. ന പ്രകൃഷ്യൽ പ്രിയം പ്രാപ്യ നോ ഉദ്വിജൽ ച പ്രിയം. അപ്പം എന്തായി? സ്ഥിരബുദ്ധി. അയാൾ ബുദ്ധി സ്ഥിരമായി. സ്ഥിരമായി വെച്ചാൽ എന്നർത്ഥം പൂർണ്ണമായി എന്നർത്ഥമാണ്. സ്ഥിരമാവണമെങ്കിൽ അപൂർണ്ണമൊക്കെ ചലിക്കും. അപ്പോൾ സ്ഥിരം പൂർണ്ണത വന്നു. ബുദ്ധി താൻ ഈശ്വരൻ തന്നെയാണ് താനെന്ന സ്ഥിരബുദ്ധി. അയാൾ മൂഢൻ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം. ജ്ഞാനിക്ക് പകരീതാണ് മൂഢൻ. വെച്ചാൽ ഒരു ലെവലേശം ബോധമില്ലാത്ത, അല്ലേ, മണ്ടൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇഡിയറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. വളരെ കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ട് ഇവിടെ. മരത്തിൻ്റെ മുകളിൽ കയറാൻ പറഞ്ഞാലേ ഇവരെ തലയില്ലെങ്കിൽ ആ മുകളിൽ ഇങ്ങനെ ചെറിയൊരു കൊമ്പുണ്ട്, അതിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് അങ്ങനെ പൊട്ടിക്കാനും. എപ്പോഴാണ് പരണ്ട് വീഴുക അറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊരു ലെവലേശം വീണു, ആ വീണു, അതിലുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ കാണാൻ സാധിക്കും. എനിക്ക് ഓർമ്മ അതെ, വണ്ടി ഇങ്ങനെ വരുമ്പോൾ കിടക്കണോ ഏകദേശം അടുത്ത് ഇങ്ങോട്ട് വരുന്നോ അപ്പോൾ ആളെ കിടക്കും, എന്നിട്ട് പറ്റും ചെയ്യും. അവനൊക്കെ ആണ് ഈ ഇവിടെ മൂഢൻ എന്നല്ല പറഞ്ഞാൽ എന്താണ് സമ്മൂഢൻ. വേണ്ട പോലെ മൂഢനാണെന്നാ, ധാരാളം ഉണ്ട് മൂഢത്വം. അയാൾ മാത്രം സ്ഥിരബുദ്ധി അസമ്മൂഢോ ബ്രഹ്മവിദ്. അദ്ദേഹം ബ്രഹ്മത്തെ അറിഞ്ഞു. ബ്രഹ്മത്തെ അറിയാച്ചാൽ പൂർണ്ണതയെ, താൻ പൂർണ്ണനാണ് എന്ന ബോധം അദ്ദേഹത്തിനുണ്ടായി. എന്നിട്ട് അദ്ദേഹം ജീവിക്കുകയും ചെയ്യും. കാരണം
മറ്റൊക്കെ തിരുമ്പ പറഞ്ഞു നവദ്വാരെ പുരേ ദേഹി, അതൊക്കെ അതൊക്കെ പ്രകൃതിയാണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അയാൾക്ക് പരിഭ്രമില്ല. ബ്രഹ്മണി സ്ഥിത, അധികം സ്ഥിരനാണ്. ഏതിൽ? പൂർണ്ണതയിൽ. എന്താ ഈ സ്ഥിരത എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ശരീരം, ഇതൊക്കെ അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഇവ മൂന്നും ചലിക്കുന്നതാണ്. ഇവ മൂന്നും ചലിക്കണമെങ്കിൽ ആത്മാവ് എന്ന സ്ഥലിക്കാതെ ഒന്നിൻ്റെ മുകളിലേ സാധിക്കുള്ളൂ. അതാണ് ഞാൻ. എൻ്റെയാണ് ബുദ്ധി, എൻ്റെയാണ് മനസ്സ്, എൻ്റെയാണ് ശരീരം. വാസ്തവത്തിൽ ഞാനത് കാരണം ഞാൻ സങ്കല്പിച്ചത്, എനിക്ക് വേറെ ഉണ്ടാവും വയ്യ, ഞാൻ പൂർണ്ണനാണ്. അങ്ങനെ വന്ന ആൾക്ക് പിന്നെ പരിഭ്രമം ഉണ്ടാവില്ല. അവിടെ എത്തിയാൽ സ്ഥിരബുദ്ധി സമ്മൂഢോ ബ്രഹ്മണി സിദ്ധ. ഇപ്പോൾ നമ്മുടെ ജീവൻ മുക്തൻ്റെ ഹയസ്റ്റ് സ്റ്റേജിലേക്ക് മെല്ലെ 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 കൊണ്ടുവന്നിട്ട് അതിലിപ്പോൾ എന്താ ഈ ന പ്രകൃഷ്ടിയൽ പ്രിയം പ്രാപ്യ നോ ദ്വിജൽ പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധി അസമ്മൂഢോ ബ്രഹ്മണി സ്ഥിത. ഈ അദ്ദേഹം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ സ്ഥിരമായിട്ട് നിന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ്, ബുദ്ധി, ശരീരം ഇവ ഉണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. അതാ വ്യത്യാസമുള്ളൂ. ബാധിക്കാൻ മതിയല്ലോ. ഇത് അദ്ദേഹത്തിനൊക്കെ കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം നമ്മളെപ്പോലെ വിവരം, നമ്മളെക്കാളും എത്രയോ വിവരം കൂടിയാണ്. ഇതൊക്കെ ഉണ്ട്. ഏതുപോലെ ഇപ്പോൾ ഷെയ്ഡ് അല്ലെങ്കിൽ ഈ എന്താ പറയുക, ശരീരം നടക്കുമ്പോൾ നിഴൽ കാണാണ്ട് വ്യക്തമായിട്ട്, എന്നിട്ടും അതില്ലാത്തതാണെന്ന് അറിയാറില്ലേ നമുക്ക്? നല്ല പ്രയാസമുണ്ടോ? നിഴലിനുള്ളതാണെന്ന് ആരെയും പറയാറുണ്ടോ? ആരും പറയാറില്ല. നിഴൽ നമുക്കറിയാം തടസ്സം കൊണ്ട് വന്നതാണെന്ന്. സൂര്യൻ്റെ വെളിച്ചത്തെ തടസ്സം കൊണ്ട്, അല്ലെങ്കിൽ ഏത് വെളിച്ചത്തെയും തടസ്സം കൊണ്ട് വന്ന നിഴലാണ്. നിഴൽ കണ്ടിട്ടും ഇല്ല എന്നറിയാലോ. എത്ര പ്രയാസമുണ്ടോ ഇതിനൊക്കെ? നിഴൽ വേറൊന്നാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടി അതിന് കണ്ട് പേടിക്കും, അല്ലല്ലോ. ഇപ്പോൾ ഒരു കുട്ടി നിഴൽ കണ്ട് പേടിക്കുക, ശ്രമിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു പരിഭ്രമിക്കണ്ട, എൻ്റെ ബാല്യക്കാരനാ വന്നോട് എന്ന് വെച്ചു. നീ ഒരു കാര്യം നോക്ക്, നിങ്ങൾ ഇരുന്നോക്ക്. അപ്പോൾ അവനും ഇരിക്കും. നീ എണ്ണീട്ടോക്ക് എണ്ണീക്കും. നീ ഒന്ന് നടന്നോക്ക്, അവൻ നടക്കും. കുട്ടി ഒന്ന് ഇരുന്നു, അപ്പോൾ അവരുന്നു നടന്നു. അപ്പോൾ കുട്ടി നമ്മുടെ ബാല്യക്കാരനാണ്. അമ്മ സൂത്രം പറഞ്ഞു കൊടുത്തതാണ് മനസ്സിലാക്കാൻ. കാരണം അവന് സ്വന്തമായിട്ട് ശക്തിയൊന്നുമില്ല. ഇയാൾ എന്തേ കാട്ടണം വെച്ചാൽ അത് കാട്ട് വെക്കുക. നീ എന്തിനാ പേടിക്കുന്നത്? ഇല്ലാത്തതൊന്ന് ഉണ്ടോ എന്ന് കാണുമോ ഒക്കെ ചോദിച്ചാൽ നിഴൽ വളരെ വ്യക്തമായിട്ട് കാണാം. കണ്ണിന് കാണാൻ സാധിക്കും നിഴൽ. എന്നിട്ട് നമുക്കറിയാം ഇല്ല എന്നുള്ളത്. ഇതുപോലെയാണ് ഈ ജീവൻ മുക്തൻ. ശരീരം അയാൾ കാണും, മനസ്സയാൾ കാണും, ബുദ്ധി അയാൾ കാണും. പക്ഷെ ഇതൊന്നും ഇല്ലാത്തതാണ്. എപ്പോഴാണ്? കാരണം ജ്ഞാനം മറഞ്ഞിരിക്കണം. സൂര്യൻ എന്നാകുന്ന ഇതുണ്ടല്ലോ, അത് മറിഞ്ഞിരിക്കുമ്പോഴാണ് നിഴൽ വരിക. നിഴലിനെ പറ്റി പേടിക്കുക അല്ലെങ്കിൽ പിടിക്കാനോ പോയിട്ട് കാര്യമില്ല. എന്നിട്ട് എന്താ വേണ്ടു? സൂര്യന് തിരിഞ്ഞ് നിൽക്കുമ്പോഴാണല്ലോ നിഴൽ കാണുക. സൂര്യനിലേക്ക് തിരിഞ്ഞങ്ങോട്ട് നിൽക്കുക. എന്ന് കഴിഞ്ഞാൽ പിന്നെ നിഴൽ കാണാൻ നിർത്തില്ല. സൂര്യനിലേക്ക് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നാകം തിരിയണം, അല്ലാണ്ട് നിഴൽ കാണാൻ പറ്റില്ല. മാത്രമല്ല, സാധാരണ തമാശയായിട്ട് പറയാറുണ്ട്, നിങ്ങൾ എന്നിട്ട് സൂര്യനിലേക്ക് അങ്ങ് നടന്നിറങ്ങി വയ്ക്കുക. അപ്പോൾ പട്ടി പോലെ പിന്നാലെ വരും നിഴൽ അങ്ങോട്ട്. ഏതൊരു നിഴലിനെ പിടിക്കാൻ നിങ്ങളോട് ഇപ്പോൾ കിട്ടിയില്ലയോ, ആ നിഴൽ നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ പിന്നാലെ അങ്ങോട്ട് വരും. അതായത് ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ശാന്തി സമാധാനമൊക്കെ നിങ്ങളുടെ പിന്നാലെ അങ്ങോട്ട് വരും. നിങ്ങൾ ജ്ഞാനമില്ലെങ്കിൽ ശാന്തി സമാധാനം ഇല്ലാണ്ടാക്കാൻ അങ്ങോട്ട് ഓടുന്നോളം കൂടും, ശാന്തി സമാധാനം ഇല്ലാതെ കൂടുകയും ചെയ്യും. ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് ഒരു പ്രകരണത്തിൻ്റെ ഒരു ഭാഗം അവസാനിച്ചിട്ട് അടുത്ത ഭാഗം ഇനി ഈ അടുത്ത പ്രാവശ്യം പറയാം. ഒരു സ്റ്റേയിൽ വന്നിരിക്കപ്പോൾ, അതായത് ജീവൻ മുക്തൻ്റെ പരമമായ അവസ്ഥ അതെങ്ങനെയാണ്? എന്താണ്? ബാഹ്യാസ്പർശേഷ സക്താത്മാ നിന്ദത്തി ആത്മനിയൽ സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയ്യം അശ്നുതേ. അധികം എന്ത് ചെയ്യുന്നു? ബാഹ്യസ്പർശേഷു അസക്ത. സ്പർശങ്ങൾ വെച്ചാൽ തൊടുന്നത്, രണ്ടുണ്ടെങ്കിലേ സ്പർശമുള്ളൂ. അസക്താത്മാ, അതിൽ സക്തിയില്ല. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഉള്ള ചലനങ്ങളെ ഒതുക്കിയ ആളുടെ പേരാണ് അസക്തൻ. അതിനോട് തൊട്ടിലുള്ളതാണ് സക്തൻ. സക്തിച്ച ഒട്ടില്. ആ അസക്തനെ ബാഹ്യാസ്പർശന ബിന്ദത്തി ആത്മനി ഒരു സുഖം, ഒരു ആത്മാവിലൊരു സുഖമുണ്ട്. ഇപ്പം നമ്മളുടെ സുഖങ്ങളൊക്കെ പദാർത്ഥങ്ങളിലും ക്രിയകളിലാണ് എന്നാണ് വിചാരിക്കുന്നത്. പദാർത്ഥങ്ങളിലും ക്രിയകളുമാണ് സുഖം.
അല്ല എന്നുള്ളത് വളരെ വ്യക്തത. കാരണം ഒരു ക്രിയ എനിക്ക് സുഖമായിട്ട് വരുന്നു, മറ്റൊരാൾക്ക് ആ ക്രിയ ദുഃഖമായിട്ട് വരുന്നില്ല. പിന്നെ ഒരു സുഖം, ഇപ്പോൾ പണം ധാരാളം ഉണ്ടായാൽ സുഖമാവുന്നു പലരും ധരിക്കാറുണ്ട്. അങ്ങനെ അധികം ആളും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പണമുള്ളവരൊക്കെ സുഖിക്കണ്ടേ? അനവധി പണക്കാർ ദുഃഖിക്കണവരെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമല്ലോ. നേരെ മറിച്ച് പൈസ ഇല്ലാത്തവർ ദുഃഖിക്കണു പറയും. അല്ല, പൈസ ഇല്ലാത്തവർ സുഖിക്കണു കാണാണല്ലോ. അപ്പോൾ ഇതൊരു ശരിയായ വ്യാഖ്യാനമല്ല സുഖത്തിന്. സുഖം എന്നുള്ളത് ക്രിയയിലോ വസ്തുവിലോ അല്ല നിൽക്കുന്നത്, മനസ്സിലാണ്. മനസ്സ് സുഖമായാൽ പിന്നെ ഈ വസ്തുവൊന്നും വേണ്ട. സന്യാസിമാർ അല്ലെങ്കിൽ തന്നെ പണക്കാർ, വളരെ പണം ഉണ്ടാക്കിയ ആൾ ആ പണമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് സന്യസിച്ച് പോകണമല്ലോ. സുഖം അതിലായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും പോകാൻ പാടില്ല. അത് മാത്രമല്ല അയാൾ വിഡ്ഢിയല്ല, ഇതൊക്കെ ഉണ്ടാക്കിയാളാണ്, കേമനാണ്. അപ്പോൾ സുഖം നിൽക്കൾ. ഞാനൊരു ശ്ലോകം ചൊല്ലിയിട്ടുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ദിലീപ മഹാരാജാൻ്റെ അവിടെ ചെന്നിട്ട് ഈ മഹർഷിമാർ ചൊല്ലണം. പറയണു, വയമിക പരിതുഷ്ട വൽക്കലേ സ്ത്വം ദുകൂലേ സമ ഇവ പരിദോഷോ നിർവിശേഷോ വിശേഷ സതുഭവതു ദരിദ്രോ യസ്യ തൃഷ്ണ വിശാല മനസ്സി ച പരിതുഷ്ടേ കോർധവൻ കോ ദരിദ്ര. പറയണു, ഹേ രാജാവേ, വയമിക ഞങ്ങളിവിടെ തുഷ്ട എന്നല്ല, സന്തോഷിക്കുന്നില്ല, പരിതുഷ്ട ഏറ്റവും സംതൃപ്തന്മാരാണ്. വൽക്കലേ ഈ മരവരി കൊടുത്തിട്ട്, ത്വം ദുകൂലേ അങ്ങ് പട്ടുകൊടുത്തിട്ട്, സമയവ പരിദോഷോ അങ്ങക്ക് പട്ടുകൊടുത്താൽ എത്ര സന്തോഷമുണ്ടോ ആനന്ദമുണ്ടോ അത്ര സന്തോഷം ഒട്ടും കുറവല്ലാതെ ഈ മരവരി കൊടുക്കുമ്പോൾ ഞങ്ങൾക്കുണ്ട്. സമയവ പരിദോഷോ നിർവിശേഷോ വിശേഷ ഒരു പ്രത്യേകതയില്ല. ഇനി അതിൻ്റെ കഥ പറയാണ്. സതു ഭവതു ദരിദ്രോ അവനാണ് ദരിദ്രൻ. യസ്യ തൃഷ്ണ വിശാല ആർക്കാണോ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാത്തത് അവൻ്റെ പേരാണ് ദാരിദ്ര്യൻ. മനസ്സിച്ച പരിതുഷ്ടേ മനസ്സ് സന്തോഷമായാൽ കോ അർത്ഥവാൻ കോ ദരിദ്രൻ. ആരാ അർത്ഥവാൻ ദരിദ്രൻ? ഇതൊക്കെ മനസ്സിൻ്റെ തോന്നലാണ്. മനസ്സിന് എനിക്ക് കിട്ടിയത് കിട്ടി മതി എന്ന് പറഞ്ഞാൽ അയാളാണ് ധനവാൻ. മറ്റത് കോടീശ്വരനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കോടി കൂടി കിട്ടിയാൽ തിരക്കില്ല പറഞ്ഞാൽ ദരിദ്രനാണല്ലോ, മോഹമുണ്ടല്ലോ. അപ്പോൾ ഈ സുഖദുഃഖങ്ങൾ ഇത് വളരെ പലർക്കും മനസ്സിലാവണില്ല. നമ്മുടെ വിചാരം സുഖവും ദുഃഖമൊക്കെ പുറത്താന്നാണ്. ഗീത പഠിച്ചാൽ അല്ലെങ്കിൽ അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും സുഖവും ദുഃഖവും മാനവും അവമാനവും എല്ലാം നമ്മുടെ ഉള്ളിലാണ്, മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അതിനെ ജയിച്ചാൽ പിന്നെ ഇവിടെ യാതൊന്നും വിഷമമില്ല. ഇത് വാസ്തവത്തിൽ ഗീത കേൾക്കാനുള്ളതല്ല, ഗീത ജീവിക്കാനുള്ളതാണ്. പലരും ഗീത ഇതൊക്കെ വായിക്കും, പറയും ചെയ്യും, എന്നിട്ട് മറ്റിച്ച് ദുഃഖിച്ച് ജീവിക്കും. എന്തിനെ ഇത് കേട്ടത് വെറുതെ നേരെ കളഞ്ഞു അതല്ല, യാതൊരു കാര്യമില്ല. അങ്ങനെയല്ല, കുറച്ചെങ്കിലും സുഖം ദുഃഖമൊക്കെ ഇല്ലയോ ചോദിച്ചാൽ കുറേച്ചൊക്കെ ഇപ്പോഴുണ്ട്. കാരണം ആ ശരീരഭാവന മുഴുവൻ പോയിട്ടില്ല. പക്ഷേ ഒന്ന് തോന്നുന്നുണ്ട്, ഇത് പോവും എന്ന് ബോധ്യമുണ്ട്. അല്ല, കുറെ പോയല്ലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ കുറെ പോയിട്ട് തീർച്ചയാണ്. അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോണ സമയമാണെങ്കിൽ മുഴുവനും പോകും തീർച്ചയാണ്. അപ്പോൾ അതിനൊരു ധൈര്യമുണ്ട് ഇപ്പോളേ. മറ്റത് ഇത് പോവുമെന്നൊരു സംശയമായിരുന്നു. അനുഭവമാണ് പോകണമെന്നുള്ളത്. എന്തെല്ലാം മാറണു ജീവിതത്തിൽ, എന്തെല്ലാം അതൊക്കെ സാധിക്കും. ഇതിൻ്റെ സ്വഭാവം തന്നെ ഇത് വിട്ടു പോകുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് വിട്ടു പോകും. അത് ധൈര്യം ഉണ്ടായാൽ നമുക്ക് ജയിച്ചു. അങ്ങനെ വന്നാൽ ആ സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് അറിയാണ്ട് ഇയാളെയാണ് ഇവിടെ ജീവൻ മുക്തൻ എന്നെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജീവൻ മുക്തനാണ് സന്യാസം. കർമ്മ സന്യാസം എന്നാണല്ലോ. കർമ്മ സന്യസിക്കുക കർമ്മത്തിലല്ല സന്യസിക്കുന്നത്, കർമ്മത്തിൽ അഹന്തയെ, ഞാൻ ആണ് കർമ്മം ചെയ്യുന്നത് എന്ന അഹന്ത വിട്ടിട്ടുള്ള ഈ ലോകസേവനത്തിൻ്റെ പേരാണ് സന്യാസം. മമത വിട്ടിട്ടുള്ള ലോകസേവനത്തിൻ്റെ പേരാണ് കർമ്മയോഗം. എല്ലാം ഈശ്വരൻ്റെയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം വിട്ടിട്ട് ഈശ്വര ശരണാഗതിയുടെ പേരാണ് ഭക്തിയോഗം. എല്ലാം യോഗമൊക്കെ ഒന്ന് തന്നെ, മാർഗത്തിന് വ്യത്യാസമുള്ളൂ. ഒരാൾ ഈ സംസാരത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, തനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് കർമ്മയോഗമായി. മറ്റേ ആൾക്ക് എന്താണ് സന്യാസത്തിന് താൻ ആത്മാവാണെന്ന് ബോധ്യം വരിക. അപ്പം ഞാനല്ല, അപ്പം അയാൾക്കും ഇതൊക്കെ ഈശ്വരൻ്റെയാണ് പ്രഭുവിൻ്റെയാണെന്ന് വെച്ചു ഭക്തന്. അപ്പം തനിക്ക് ഒന്നിനും ചുമതലയില്ല. അപ്പോഴും അയാൾക്കും സുഖമായി. പിന്നെ ധ്യാനയോഗം മൂന്നിലും ധ്യാനമുണ്ട്. ധ്യാനയോഗം എന്ന് പറയുന്നത് മനസ്സിൽ സങ്കല്പം തീരെ ഇല്ലാണ്ടാവുകയാണ്. സർവ്വസങ്കല്പ സന്യാസി യോഗാരൂഢ സദോച്ചിത് എന്ന് അടുത്ത ശ്ലോകത്തിൽ വരാൻ പോകുന്നുണ്ട്. എല്ലാ സങ്കല്പങ്ങളും അയാൾ യോഗത്തിൽ ആരൂഢനായി. യോഗം സമതയിൽ വരുന്നത്. അങ്ങനെ ഏത് മാർഗത്തിലാണ് നമുക്ക് ഏതാ സൗകര്യച്ച ആ മാർഗം എടുക്കുക. എല്ലാവർക്കും ഒരുപോലെയല്ല. മനസ്സിന് പലതരം വ്യത്യാസമുണ്ട്. എന്താണ് മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനോ വിശേഷമുണ്ടോർക്കണം എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേത് ഭാഗങ്ങൾ സാമാന്യ ആളുകൾക്ക് പൊതുവെ തോന്നുന്നത് ഭക്തിമാർഗ്ഗമാണ്.
കാരണം അതൊക്കെ ഈശ്വരനിലാണല്ലോ കൊണ്ടു നിർത്തുന്ന ആൾ. നമുക്ക് ഭാരം ഒന്ന് കുറവുണ്ട്. നമുക്ക് ഈ ഭാരം ഒന്നും ഏറ്റാനുള്ള ജ്ഞാനത്തിൻ്റെ ഭാരമോ കർമ്മയോഗത്തിൻ്റെ ഭാരമോ ഏറ്റാനൊക്കെ സാമാന്യക്കാരന് പ്രയാസമുണ്ട്. അപ്പോൾ ആ ഭാരമൊക്കെ ഭഗവാനിലോട്ട് വെച്ചിട്ട് ഭഗവാന് സമ്പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്താൽ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്തിയോഗത്തിന് ഇത്ര ഒരു മനോജ്ഞമാണെന്ന് പറയാൻ കാരണം. എളുപ്പം കൊണ്ടാണ്, അല്ലാണ്ട് എളുപ്പം വെച്ചാൽ എവിടെയും ധരിക്കരുത്. 12 വ്യക്തത എന്ന് പറയുന്നുണ്ട്. നിർഗുണഭക്തിയും സഗുണഭക്തിയും അതിൽ പറയാ ക്ലേശോ അധികരസ്തേഷാം. ഈ സഗുണഭക്തിയേക്കാൾ വളരെ ക്ലേശം കൂടുതലാണ് നിർഗുണഭക്തിക്ക് എന്ന് അവിടെ പറയാം. ഒന്ന് ശ്രദ്ധിക്കൂ, എന്തേ പറഞ്ഞത്? സഗുണഭക്തിയേക്കാൾ ക്ലേശം വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ സഗുണഭക്തിക്കും വേണ്ടത്ര ക്ലേശം ഉണ്ടെന്ന് അർത്ഥമല്ലേ? പലരും ഇത് വായിച്ചതെന്ന് പറയുക സഗുണഭക്തിക്ക് ഒരു ക്ലേശമില്ല, നിർഗുണത്തിന് സുഖ, മറ്റേ ഈശ്വരനെ വായിച്ചാൽ സൗകര്യമാണെന്ന്. ഒന്നുമല്ല, ഭക്തിയുഗത്തിൽ വയറ് നിറച്ച് വിഷമമുണ്ട്. കാരണം ഇതൊക്കെ ഭഗവാനെ സമർപ്പിക്കാൻ തോന്നണ്ടേ? എളുപ്പം അത് വളരെ സമർപ്പിച്ച് നോക്കൂ, അപ്പോൾ കാണാൻ ഒരു വിഷമം എന്നുള്ളത്. അപ്പോൾ അഥവാ സമർപ്പിക്കുകയാണെങ്കിൽ അമ്പലത്തിലൊക്കെ ഉണ്ടല്ലോ ഭഗവാനെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് ആരെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ വരാ ഞാൻ കാണിച്ചു തരാൻ വേണം. അമ്പലത്തിൽ ചെന്ന് ആ ശിവൻ്റെ അമ്പലമാണ്, ആ 5 ചന്ദ്രകല്ലില്ലേ അവിടെ, അത് ഞാൻ കൊടുത്തതാ. നല്ല സമർപ്പണമാണ് ഞാൻ കൊടുത്തതുള്ള അഹങ്കാരം ഒട്ടും പോയിട്ടില്ല. അപ്പോൾ പിന്നെ അത് ഭക്തിയല്ലാണ്ടി അങ്ങനെ തന്നെയല്ലേ. ഇന്ന് എൻ്റെ വകയാ ഉദയാസ്തമന പൂജ ഒക്കെ പറയാം. എത്ര ആൾ കാണാറുണ്ട്. അഹന്ത അങ്ങോട്ട് പോകണ്ടേ? അഹന്ത പോവാത്തോടത്തോളം കാലം മമത പോയിട്ടില്ല. ഈ മമത പോയിന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ സഗുണഭക്തി എളുപ്പമൊന്നുമല്ല, നല്ല പ്രയാസമുണ്ട്. അതുപോലെ ഈ ജീവൻ മുഖത്തിന് പറയുന്നതിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ സന്യാസം എളുപ്പമൊന്നുമല്ല, കർമ്മയോഗം എളുപ്പമാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്. സാമാന്യ ആൾക്ക് സന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗം കുറേയും കൂടി എളുപ്പമാണെന്നേ പറയ വയ്ക്കൂ. അതുകൊണ്ട് ഇനി അത് ആ ആളെങ്ങനെയാണെന്നുള്ളത് അടുത്ത പ്രാവശ്യം പറയും. ഹരി ഓം.